ഇ ഇഫ് ദി ഏഗൻ വാല്യൂ. ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മൾ എന്ത് ഓപ്പറേറ്റർ ആണോ ഇട്ട് കൊടുക്കുന്നത്, ഇപ്പൊ നമ്മളൊരു വേവ് ഫംഗ്ഷൻ എടുക്കുന്നു, സൈ എന്ന് പറഞ്ഞൊരു വേവ് ഫംഗ്ഷൻ എടുക്കുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ഓപ്പറേറ്റർ ആണോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, അതായത് നമ്മളിപ്പോൾ വേവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സബ് അറ്റോമിക് പാർട്ടിക്കിളിന്റെ ഫിസിക്കൽ നേച്ചർ ആണല്ലോ. അപ്പൊ അതിന് ആ ഫിസിക്കൽ നേച്ചർ നമുക്ക് കിട്ടി. ആ ഫിസിക്കൽ നേച്ചറിൽ നിങ്ങൾക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അത് കണ്ടുപിടിക്കുന്നതിന് ആവശ്യമായ ഒരു ഓപ്പറേറ്ററിനെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ടോട്ടൽ എനർജി കണ്ടുപിടിക്കണം. അപ്പം നിങ്ങൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എച്ച് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എനർജി ആയിരിക്കും അല്ലേ? ആ വേവ് ഫംഗ്ഷനകത്തോട്ട് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനർജി കിട്ടും. കൂടെ നിങ്ങൾക്ക് ആ വേവ് ഫംഗ്ഷൻ തിരിച്ചു കിട്ടും. വേവ് ഫംഗ്ഷൻസിന് ഒന്നും സംഭവിക്കില്ല. വേവ് ഫംഗ്ഷൻ നമുക്ക് തിരിച്ചു കിട്ടും. കാരണം വേവ് ഫംഗ്ഷൻ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്തൊരു സാധനമാണ്. അപ്പൊ നമുക്ക് ഡെഫിനറ്റ്ലി അത് തിരിച്ചു കിട്ടും. നമുക്ക് അത് തിരിച്ചു കിട്ടുകയും ചെയ്യും. പിന്നെ അതിന്റെ കൂടെ നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ഏഗൺ വാല്യൂ. ഏഗൺ വാല്യൂ മീൻസ് ഇ ആണ് ഇവിടുത്തെ ഏഗൺ വാല്യൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി ഇപ്പോൾ പൊട്ടൻഷ്യൽ എനർജി, പൊട്ടൻഷ്യൽ എന്നാൽ പി ക്യാപ്. പൊട്ടൻഷ്യൽ എനർജി സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് എന്ത് കിട്ടും? പൊട്ടൻഷ്യൽ എനർജി കിട്ടും. ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. എനർജി പൊട്ടൻഷ്യൽ എനർജി പോലെ വേറെ ഏതെങ്കിലും ലെറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എ പൊട്ടൻഷ്യൽ എനർജി കിട്ടും. എ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. അവിടെയും വേവ് ഫംഗ്ഷൻ നമുക്ക് തിരിച്ചു കിട്ടും. അപ്പൊ ഈ വാല്യൂസിനെ നമുക്ക് കിട്ടുന്ന റിസൾട്ടിനെ വിളിക്കുന്ന പേരാണ് ഏഗൺ വാല്യൂസ്. ഇത്രയേ ഉള്ളൂ. ദി അലൗഡ് വാല്യൂസ് ഓഫ് ഒബ്സർവബിൾ എ ആർ ഏഗൺ വാല്യൂസ് ആണ്. നമുക്ക് കിട്ടുന്ന ആ വാല്യൂസ് ഇവിടെ എ സൈ അല്ല, എയെ വിളിക്കുന്ന പേരാണ് ഏഗൺ വാല്യൂ. ഇവിടെ നമ്മൾ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആണ് നമ്മുടെ എന്ത്? ഏഗൺ വാല്യൂ. നമുക്ക് വേവ് ഫംഗ്ഷൻ തിരിച്ചു കിട്ടും. അതിന്റെ കൂടെ കിട്ടുന്നതിനെ വിളിക്കുന്ന പേരാണ് ഏഗൺ വാല്യൂ. അപ്പൊ ഈ ഫംഗ്ഷനെ നമ്മളൊരു പേര് വിളിക്കും. ഏഗൺ വാല്യൂ തരുന്നത് കൊണ്ട് ആ ഫംഗ്ഷനെ നമ്മൾ വിളിക്കുന്ന പേര് ഏഗൺ ഫംഗ്ഷൻ എന്നാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നാലാമത്തെ പോസ്റ്റ്ലേറ്റ്സ്. നമുക്ക് ഒരു വേവ് ഫംഗ്ഷനകത്ത് നമ്മളൊരു ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഏഗൺ വാല്യൂസ് കിട്ടും. ആ ഏഗൺ വാല്യൂസിന് കിട്ടാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫംഗ്ഷൻസിന് ഓപ്പറേറ്ററിനെ വിളിക്കുന്ന പേരാണ് ഏഗൺ ഫംഗ്ഷൻ. ഇപ്പൊ എനർജി ആണ് നിങ്ങൾക്ക് കിട്ടേണ്ടതെങ്കിൽ എനർജി ഏഗൺ വാല്യൂ ആണ്. അപ്പൊ നിങ്ങളൊരു സബ് അറ്റോമിക് പാർട്ടിക്കിൾ എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഇരിക്കുകയാണ്. ഇതിന്റെ വേവ് ഫംഗ്ഷൻ നിങ്ങൾ കണ്ടുപിടിച്ചു. 5x ആണ് അടുത്ത വേവ് ഫംഗ്ഷൻ. അല്ലെ, ഈ ഫൈ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ ആണ്. ചിലപ്പോൾ സൈൻ എക്സോ കോസ് എക്സോ ഇ റൈസ് ടു കെ എക്സ് അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്പറേറ്റർ ആയിരിക്കും ആ ഫൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു വേവ് ഫംഗ്ഷൻ കിട്ടി. ആ വേവ് ഫംഗ്ഷനകത്തോട്ട് ഞാൻ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ എനിക്ക് ടോട്ടൽ എനർജി കിട്ടും. അപ്പൊ ഈ വേവ് ഫംഗ്ഷൻ എനിക്ക് തിരിച്ചു കിട്ടും. അതിനോടൊപ്പം തന്നെ ഒരു വാല്യൂ കൂടെ കിട്ടും. ആ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ഏഗൺ വാല്യൂ. ഫോർ എക്സാമ്പിൾ, എന്റെ വേവ് ഫംഗ്ഷൻ ഈ എക്സ് എന്ന് പറയുന്ന സ്ഥലത്തിരിക്കുന്ന വേവ് ഫംഗ്ഷൻ ഇ റൈസ് ടു 2x ആണ് എന്ന് വിചാരിക്കും. അപ്പൊ ഇതിനകത്തോട്ട് ഞാൻ വേവ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുകയാണ്. അപ്പം ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഇതിന്റെ ഡെറിവേഷൻ എന്ന് പറയുന്ന വേവ് ഫംഗ്ഷൻ ആണ്. ഡെറിവേഷൻ എന്ന് പറയുന്ന ഒരു ഹാമിൽട്ടോണിയൻ ആണ്, ഒരു ഓപ്പറേറ്റർ ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അതായത് d/dx ഓഫ് ഇ റൈസ് ടു 2x ഈക്വൽ ടു. അപ്പൊ ഇതാണ് എന്റെ വേവ് ഫംഗ്ഷൻ ഫൈ. ഞാൻ യൂസ് ചെയ്ത ഓപ്പറേറ്റർ ഏതാ? d/dx. എനിക്ക് വേണമെങ്കിൽ എച്ച് ക്യാപ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പി പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്തത് d/dx എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ആണ്. അത് ഞാൻ യൂസ് ചെയ്തു. അപ്പൊ ഇതിനെ ഞാൻ വിളിക്കുന്ന പേര് ഏഗൺ ഫംഗ്ഷൻ. ഞാൻ യൂസ് ചെയ്ത ഫംഗ്ഷൻ എ റൈസ് ടു 2x. എനിക്ക് റിസൾട്ട് എന്തോ കിട്ടുന്ന ഡെറിവേറ്റീവ് e2x എന്ത്? e2x ഇൻറ്റു 2x എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? 2 ഇൻറ്റു ഇ റൈസ് ടു 2x. അപ്പൊ എനിക്ക് ആ വേവ് ഫംഗ്ഷൻ തിരിച്ചു കിട്ടി 5. അതിന്റെ കൂടെ ഒരു വാല്യൂ കിട്ടി അല്ലെ, 2. ഇതിനെ വിളിക്കുന്ന പേരാണ് ഏഗൺ വാല്യൂ. അതായത് ഇ റൈസ് ടു 2x എന്ന് പറയുന്ന ആ വേവ് ഫംഗ്ഷൻ, അതായത് ആ പോയിന്റിൽ ഇരിക്കുന്ന ആ സബ് അറ്റോമിക് പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷനകത്തോട് ഞാൻ d/dx എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് 2 ആണ്. 2 ആണ് എന്റെ ഏഗൺ വാല്യൂ. അപ്പം ഇതാണ് നാലാമത്തെ പോയിന്റ്. ദി ഏഗൺ വാല്യൂ കറസ്പോണ്ട്സ് ടു എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഈ ഏഗൺ വാല്യൂ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിരിക്കും. ഏഗൺ വാല്യൂ ഓഫ് എവരി ഓപ്പറേറ്റർ ഏഗൺ വാല്യൂ ഓഫ് എനർജി ഓപ്പറേറ്റർ. നമ്മൾ എനർജി ഓപ്പറേറ്റർ ആണ് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ ഏഗൺ വാല്യൂ എനർജി ആയിരിക്കും. മൊമെന്റം ഓപ്പറേറ്ററിന്റെ ഏഗൺ വാല്യൂ മൊമെന്റം ആയിരിക്കും. മൊമെന്റം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പി പറഞ്ഞില്ലേ, പി മൊമെന്റം ഓപ്പറേറ്റർ ആണെങ്കിൽ അതിന്റെ എന്തായിരിക്കും? മൊമെന്റം ആയിരിക്കും. അപ്പൊ ഏഗൺ വാല്യൂവിന് എന്ന് പറയുന്നത് ഏഗൺ ഫംഗ്ഷൻ, ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ നമ്മുടെ വേവ് ഫംഗ്ഷനകത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടും. ആ റിസൾട്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഏഗൺ വാല്യൂ. ഓക്കെ, അടുത്തിലോട്ട് പോകുന്നു. അടുത്ത പോയിന്റ്, the average value or expectation value of A of an observable A corresponds to the operator A is given by. നമ്മളൊരു ഓപ്പറേറ്റർ എടുക്കുന്നു, അതിന്റെ എക്സെപ്റ്റേഷൻ വാല്യൂ, അതായത് നമ്മളൊരു വാല്യൂ അസ്യൂം ചെയ്യാണ്, ഇന്ന വാല്യൂ ആണ് അതിന് കിട്ടേണ്ടത്. ആ എക്സെപ്റ്റേഷൻ വാല്യൂ എന്താ, എക്സ്പെക്ഷൻ വാല്യൂ എത്രയാണ് നമ്മൾ അതിനെ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത്, ആ വാല്യൂ എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. A
എക്സ്പെക്ടേഷൻ വാല്യൂ ആണ്. എക്സ്പെക്ടേഷൻ വാല്യൂ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വാല്യൂ, ആ വാല്യൂ കണ്ടുപിടിക്കുന്നത് എന്ന് പറയുന്നത് ഇന്റഗ്രൽ -∞ പ്ലസ് ഇൻഫിനിറ്റി. -∞ പ്ലസ് ഇൻഫിനിറ്റി ആണ് ലിമിറ്റ് വരുന്നത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അത് തരും ലിമിറ്റ് എന്താണെന്നുള്ളത്, ആ ലിമിറ്റിനനുസരിച്ച് കൊടുക്കും. ചിലപ്പം 0 മുതൽ ഇത്ര വരെ ആയിരിക്കും, അങ്ങനെ ലിമിറ്റ് നമുക്ക് തരും, അതിനനുസരിച്ച് കൊടുക്കും. അപ്പം -∞ പ്ലസ് ഇൻഫിനിറ്റി. ഓക്കെ, ദെൻ വേവ് ഫംഗ്ഷൻ psi ഇൻറ്റു ഓപ്പറേറ്റർ ഏതാ പറഞ്ഞ എ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ആണ്. ദെൻ psi ഡി എക്സ് ഒരു ലിമിറ്റിൽ, ഇത്ര ലിമിറ്റിൽ. ഓക്കെ, ഡിവൈഡഡ് ബൈ -∞ ടു പ്ലസ് ഇൻഫിനിറ്റി psi ഇൻറ്റു psi ഡി എക്സ്. ഇതാണ് എക്സ്പെക്ടേഷൻ വാല്യൂ. ഇപ്പൊ നമ്മളിപ്പം മൊമെന്റത്തിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത് വിചാരിക്കും. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കാം? മൊമെന്റം കൊടുക്കാം, പി കൊടുക്കാം. വേവ് ഫംഗ്ഷൻ എഴുതാം, താഴെ എഴുതും. പിന്നീട് കാര്യം നമുക്കറിയാം, ഈ ഇലക്ട്രോണിനെ കാണാൻ പറ്റുന്നത് കൊണ്ടാണ് നമുക്ക് ഈ വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പം നമ്മൾ കൺസിഡർ ചെയ്യും, നമ്മളൊരു അസംഷൻ എടുക്കുകയാണ്. നമുക്കറിയാം ഈ 5 × 5 ψ² ആണ്. ഇതെന്ന് പറയുന്ന പ്രോബബിലിറ്റി ആണ്. പ്രോബബിലിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു പ്രോബബിലിറ്റിയെ പറ്റി. പ്രോബബിലിറ്റി വാല്യൂ ഏതൊക്കെ വരാം? 0 to 1 വരാം. 1 ആണെങ്കിൽ കാണാനുള്ള ചാൻസ് ഉണ്ട്, 0 ആണെങ്കിൽ കാണാനുള്ള ചാൻസ് ഇല്ല. നമ്മൾ കാണാൻ ചാൻസ് ഉണ്ടെന്നും പറഞ്ഞാണ് എക്സ്പെക്ടേഷൻ വാല്യൂ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ -∞ പ്ലസ് ഇൻഫിനിറ്റി psi ഇൻറ്റു psi എപ്പോഴും എത്രയായിരിക്കും? 1 ആയിരിക്കും. അതായത് ഡിനോമിനേറ്റർ എപ്പോഴും 1 ആയിരിക്കും. കാരണം ഇലക്ട്രോണിനെ കാണാൻ പറ്റും, അല്ലെങ്കിൽ സബ് അറ്റോമിക് പാർട്ടിക്കിളിനെ കാണാൻ പറ്റും എന്നൊരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ എക്സ്പെക്ടേഷൻ വാല്യൂ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ അതിനനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴും കൺസിഡർ ചെയ്യേണ്ടത് അതിന്റെ എന്താ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി 1 ആണ് എന്ന് കൺസിഡർ ചെയ്തിട്ട് വേണം കണ്ടുപിടിക്കാനായിട്ട്. അപ്പം ഡിനോമിനേറ്ററിൽ 1 വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ മാറും. 1 ഡിനോമിനേറ്റർ 1 ആവും. അപ്പം a = ആ വേവ് ഫംഗ്ഷൻ ഇൻറ്റു ഓപ്പറേറ്റർ എന്താണോ വേവ് ഫംഗ്ഷൻ d2, അത് മാത്രമാവും. ഇനി എനർജിയുടെ എക്സ്പെക്ടേഷൻ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എക്ക് പകരം ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ കൊടുക്കും. പൊട്ടൻഷ്യൽ എന്താണ് പൊസിഷന്റെ ആണ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് കൊടുക്കുക? എക്സ് കൊടുക്കുക. ഇനി റിങ്ങിലൊക്കെ ആണെങ്കിലാണ് നമ്മൾ 6 കൊടുക്കുന്നത്. ഇത് ഇൻറ്റു ആണ്, ഇൻറ്റു. ഓക്കെ, ഇനി മൊമെന്റം ആണെങ്കിൽ അത് ഇവിടെ എന്ത് കൊടുക്കുക? മൊമെന്റം കൊടുക്കുക. ഇവിടെ ഇൻറ്റു ആണ്. എന്ത് ഡിനോമിനേറ്റർ എന്തുകൊണ്ടാണ് വരാത്ത? ഡിനോമിനേറ്റർ വാല്യൂ എത്ര? 1 ആണ്. നോർമലൈസ്ഡ് ആണ്, 1 ആണ്. നോർമലൈസ്ഡ് മീൻസ് നോർമാലിറ്റി 1 ആണ്. നോർമാലിറ്റി അല്ല, എന്താ നോർമലൈസേഷൻ കണ്ടീഷൻ ആണ്. പ്രോബബിലിറ്റി 1 ആണ് ഇലക്ട്രോണിനെ കാണാനാവും. ഇവിടെയും 1 ആണ്, ഇവിടെയും 1 ആണ്. അതുകൊണ്ട് നമ്മൾ ഇനി എഴുതുന്നില്ല. അതേസമയം ഇക്വേഷൻ പറയുമ്പോൾ, എക്സ്പെക്ടേഷൻ വാല്യൂവിന്റെ ഇക്വേഷൻ പറയുമ്പോൾ ഇത് തന്നെ പറയണം. -∞ പ്ലസ് ഇൻഫിനിറ്റി, ഇത് ലിമിറ്റ് വെറുതെ കൊടുത്തേക്കാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് പറയുന്നത് 0 to a എന്നോ, അല്ലെങ്കിൽ 0 to l എന്നോ, അല്ലെങ്കിൽ -a to +a എന്നോ, അങ്ങനെയൊക്കെ ആയിരിക്കും ലിമിറ്റ് തരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ 0 to 2π എന്നോ, ഇങ്ങനെയൊക്കെ ആയിരിക്കും ലിമിറ്റ് തരുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള ലിമിറ്റ് കൊടുക്കും. ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ -∞ to +∞ എടുക്കും. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലിമിറ്റ് തന്നെ കൊടുക്കും. ഓക്കെ, എന്തുകൊണ്ട് ഇന്റഗ്രേഷൻ നമ്മൾ എടുക്കുന്നത്? അതൊരു അക്സെപ്റ്റബിൾ ലീനിയർ ഓപ്പറേറ്റർ ആണ്. ഓക്കെ, അപ്പൊ ആവറേജ് വാല്യൂ, പൊസിഷനായി, മൊമെന്റമായി, ഇതെല്ലാം ആവറേജ് വാല്യൂസ് കണ്ടുപിടിക്കുന്നതാണ്. ദെൻ 6ാമത്തെ പോസ്റ്റുലേറ്റ്സ് ഇതാണ്. The wave function phi(x) of t is a solution of time dependent Schrödinger equation. നമുക്ക് ടൈം ഇൻഡിപെൻഡന്റ് ആണ് വേണ്ടത്, എന്നാൽ നമ്മൾ ടൈം ഡിപെൻഡന്റിന്റെ കൂടെ കാര്യം പറയുകയാണ്. phi(x) of t എന്ന് പറയുന്ന ടൈം ഡിപെൻഡൻസി ഉള്ള ഒരു ആളുടെ ഫിസിക്കൽ നേച്ചറിന്റെ വേവ് ഫംഗ്ഷൻ, അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് h∗ E psi തന്നെയാണ്. അത് ടൈം ഡിപെൻഡന്റിന്റെ ആണ്, എന്നാൽ ടൈം ഇൻഡിപെൻഡന്റിന്റെ ആണ്. ടൈം ഇൻഡിപെൻഡന്റ് ആണ് കേട്ടോ. എന്നാൽ ടൈം ഡിപെൻഡന്റ് ആകുമ്പോഴത്തേക്ക് h∗ IH ക്രോസ് ∂φ/∂t. ഇതാണ് ടൈം ഡിപെൻഡന്റിന്റെ എന്താ ഷ്രോഡിംഗർ ഇക്വേഷൻ. എന്താ h∗ IH ക്രോസ് ∂φ/∂t. ഇതാണ് ടൈം ഡിപെൻഡന്റ്. എന്നാൽ ടൈം ഇൻഡിപെൻഡന്റിന്റെ h∗ E psi. ഇത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇത് ടൈം ഡിപെൻഡന്റിന്റെ ആണ്, അത് നമുക്ക് പഠിക്കാനുമില്ല. പക്ഷെ പലപ്പോഴായിട്ട് എക്സാം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. -IH ക്രോസ് ∂φ/∂t എന്ന് പറയുന്നത് ടൈം ഡിപെൻഡന്റിന്റെ എന്താ ഷ്രോഡിംഗർ ഇക്വേഷൻ ആണ്. ഓക്കെ, h∗ IH ക്രോസ് ∂φ/∂t is also called time evaluation of wave function phi. ടൈം വെച്ചിട്ട് വേവ് ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്നത്. ടൈം ഇല്ലാതെ വേവ് ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴാണ് h∗ E psi എന്ന് പറഞ്ഞ് വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പാർട്ടിക്കിൾ ഇൻ 3D ബോക്സ് ആണ്. അതിനു മുന്നേ നമുക്ക് പാർട്ടിക്കിൾ ഇൻ 1D ബോക്സ് ഡിസ്കസ് ചെയ്യണം. അപ്പൊ ഇതിനകത്ത് ഡെറിവേഷൻ ആണ് വരുന്നത്. 1D ബോക്സ്, 3D ബോക്സ്, 2D ബോക്സ്, പിന്നെ റിംഗ് ഉണ്ട്. അപ്പൊ ഇതിനകത്തെല്ലാം നമുക്ക് വലിയ വലിയ ഡെറിവേഷൻസ് ആണ് വരുന്നത്. പക്ഷെ ഡെറിവേഷന്റെ ആവശ്യം നമുക്കില്ല. എന്ത് കൺസിഡർ ചെയ്യുന്നു
എങ്ങനെയാണ് അത് ചെയ്യുന്നത്, അതിന്റെ വേവ് ഫംഗ്ഷൻ ഇക്വേഷൻ എന്താണ്, എനർജിയുടെ ഇക്വേഷൻ എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ്, അതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഡെറിവേഷൻ വേണ്ട. അപ്പോൾ ഞാൻ ഡെറിവേഷൻ നിങ്ങൾക്ക് ജസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ, അതായത് ഡെറിവേഷൻ ഫുള്ള് വേണ്ടവർക്ക് നോക്കി മനസ്സിലാക്കാം. ഡെറിവേഷൻ്റെ ആവശ്യം നമുക്കില്ല, ഫൈനൽ ആൻസർ മാത്രം മതി നമുക്ക്. അപ്പോൾ ഇത് പാർട്ടിക്കിൾ ഇൻ 3D ബോക്സ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. പക്ഷെ ആദ്യം നമുക്ക് പാർട്ടിക്കിൾ ഇൻ 1D ബോക്സ് തന്നെ കൺസിഡർ ചെയ്യാം, എന്നിട്ട് 3D ബോക്സ് പറയാം. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പാർട്ടിക്കിൾ ഇൻ 1D ബോക്സ്. പിന്നെ അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. എം മാസ് ഉള്ള ഒരു പാർട്ടിക്കിൾ, എം മാസ് ഉള്ള പാർട്ടിക്കിൾ, എം ആണ് അതിന്റെ മാസ്. അത് ഒരു 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 പൊട്ടൻഷ്യൽ വെല്ലിൽ കൺഫൈൻഡ് ആണ്. നമ്മളൊരു പൊട്ടൻഷ്യൽ വെല്ല് കൺസിഡർ ചെയ്യാണ്. ഇതാണ് ആ പാർട്ടിക്കിൾ, ഈ പൊട്ടൻഷ്യൽ വെല്ലിനകത്ത്. ഇതാണ് പൊട്ടൻഷ്യൽ വെല്ല്. ഇവിടുത്തെ സീറോയും ലെങ്ത്, എക്സിന്റെ വാല്യൂ സീറോയും ഇവിടുത്തെ എക്സിന്റെ വാല്യൂ എയും ആണ്, അല്ലെങ്കിൽ എല്ലും ആണ്. എ എന്ന് പറയുന്നത് 0 to A ആണ് അതിന്റെ ലെങ്ത് വരുന്നത്. ഇതാണ് നമ്മൾ 1D ബോക്സിൽ കൺസിഡർ ചെയ്യുന്നത്. 0 to Aയിൽ നമ്മൾ അത്രയും പൊട്ടൻഷ്യൽ വെല്ലിൽ നമ്മൾ എന്തിനെ കൺസിഡർ ചെയ്യുന്നു, ഒരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യുന്നു. പാർട്ടിക്കിൾ ഇവിടെ ഇരിക്കുകയാണ്. ഈ ഇവിടുത്തെ ഇൻസൈഡ് ബോക്സ് പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. പൊട്ടൻഷ്യൽ എനർജി 0 ആക്കി നമ്മൾ കൺസിഡർ ചെയ്തേക്കാണ് പൊട്ടൻഷ്യൽ വെല്ലിനകത്ത്. പിന്നെ പൊട്ടൻഷ്യൽ വെല്ലിന് പുറത്ത് പൊട്ടൻഷ്യൽ എനർജി ഇൻഫിനിറ്റി ആണ്. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് 1D ബോക്സ് എന്ന് പറയുന്നത്. 0 to A എന്ന് പറയുന്ന ഒരു ലെങ്തിൽ നമ്മളൊരു പൊട്ടൻഷ്യൽ വെല്ല് കൺസിഡർ ചെയ്യാണ്. ഇൻസൈഡ് ആ പൊട്ടൻഷ്യൽ വെല്ല്, അതിനകത്താണ് പാർട്ടിക്കിൾ കൺഫൈൻഡ് ആയിട്ടിരിക്കുന്നത്. പാർട്ടിക്കിൾ ഇരിക്കുന്നത് ആ വെല്ലിനകത്താണ്. അകത്ത് പൊട്ടൻഷ്യൽ എനർജി 0 ആണ്, കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി 0 ആണ്, പുറത്ത് പൊട്ടൻഷ്യൽ എനർജി ഇൻഫിനിറ്റി ആണ്. ഈ പാർട്ടിക്കിളിന്റെ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്. നമ്മൾ 1 ഡയമെൻഷനിലാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. 1D ആണ്, 1 ഡയമെൻഷനിൽ ആണ്. അപ്പൊ ഇക്വേഷൻ ഇങ്ങനെ വരും: -h² ഡിവൈഡഡ് ബൈ 2m ഇൻറ്റു ഡെൽ സ്ക്വയർ പ്ലസ്. നമ്മുടെ ഇക്വേഷൻ നമുക്കൊന്ന് നോക്കാം. ഇക്വേഷൻ എന്തായിരുന്നു നമുക്ക് നോക്കാം. നമ്മൾ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ ഓൾറെഡി എഴുതിയതാണ് അല്ലേ? ഓൾറെഡി ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ. -h² ഡിവൈഡ് ബൈ 2m ഇൻറ്റു ഡെൽ സ്ക്വയർ പ്ലസ് v. ഇനി ഇവിടെ ഡെൽ സ്ക്വയർ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഡെൽ സ്ക്വയർ ഡെൽ എക്സ് സ്ക്വയർ, ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ ഉണ്ട്, ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ ഉണ്ട്, ഡോ സ്ക്വയർ ബൈ ഡോ ഇസഡ് സ്ക്വയർ ഉണ്ട്. പക്ഷെ നമുക്കിപ്പോൾ എന്താ 1 ഡയമെൻഷനിലാണ്. അപ്പോൾ ഒറ്റ ആക്സസ് മാത്രമേ കൺസിഡർ, ഞാൻ എക്സ് എന്നും പറഞ്ഞാൽ എടുത്തേക്കുന്നത്. അപ്പോൾ എക്സ് ആക്സസ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ മാറും: -h² ഡിവൈഡഡ് ബൈ 2m ഇൻറ്റു ഡെൽ സ്ക്വയറിന് പകരം ഏത് ആക്സസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി, എക്സ് ആക്സസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ d സ്ക്വയർ ബൈ dx സ്ക്വയർ പ്ലസ് v. ഇതാണ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. ഇതെടുത്ത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതേ ഇൻറ്റു ഫൈ ഇസ് ഈക്വൽ ടു E5. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് തന്നെയാണ് നമ്മൾ അവിടെയും കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സെയിം ഇക്വേഷൻ തന്നെയാണ്, സെയിം ഇക്വേഷനും സെയിം കാര്യം തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഏത് ബോക്സാണ് എടുക്കുന്നത്, 1D ബോക്സ് ആണെന്നേ ഉള്ളൂ. അപ്പം ഡെൽ സ്ക്വയറിന് പകരം എനിക്ക് എന്താന്ന് കൊടുക്കാം, ഞാൻ ഡെൽ സ്ക്വയർ ഒന്നും എടുക്കുന്നില്ല, പകരം d സ്ക്വയർ ബൈ dx സ്ക്വയർ പ്ലസ് v അല്ലേ? പൊട്ടൻഷ്യൽ എനർജി v ആണ്. v ഇൻറ്റു ഫൈ ഇസ് ഈക്വൽ ടു E5. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മളൊരു ഇതാണ് നമ്മുടെ ഷ്രോഡിംഗർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. ഓക്കെ, ഇനി ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു പൊട്ടൻഷ്യൽ വെല്ലിനകത്താണ് നമ്മൾ പാർട്ടിക്കിളിനെ എടുത്തേക്കുന്നത്. പൊട്ടൻഷ്യൽ വെല്ലിനകത്ത് പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്, 0 ആണ്. അപ്പോൾ വിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം, 0 കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ വരും: -h² ഡിവൈഡ് ബൈ 2m ഇൻറ്റു ഡെൽ സ്ക്വയറിന് പകരം d സ്ക്വയർ ബൈ dx സ്ക്വയർ ഫൈ അല്ലെ? വേവ് ഫംഗ്ഷൻ ഫൈ ഇസ് ഈക്വൽ ടു E5. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ വേവ് ഫംഗ്ഷൻ ഫൈ കൺസിഡർ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ വേവ് ഫംഗ്ഷൻ ഫൈ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതിന്റെ വേവ് ഫംഗ്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യണം. വേവ് ഫംഗ്ഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഇതിന്റെ നമ്മൾ സൊല്യൂഷൻ ആയിട്ടാണ്, ഷ്രോഡിംഗർ ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ എന്തിനെടുക്കുന്നത്, വേവ് ഫംഗ്ഷൻ എടുക്കുന്നത്. നമുക്ക് വേവ് ഫംഗ്ഷൻ കിട്ടി. ഇതാണ് ഇതിന്റെ ഷ്രോഡിംഗർ ഇക്വേഷൻ, അത് ഓർത്ത് വെച്ചേക്കാം. ഇനി ഫൈയുടെ വാല്യൂ, ഓക്കെ, ഞാനത് മായ്ക്കാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല, പൊട്ടൻഷ്യൽ വെല്ലിലാണ്. ഇൻസൈഡ് പൊട്ടൻഷ്യൽ എനർജി 0 ആണ്, ഔട്ട്സൈഡ് പൊട്ടൻഷ്യൽ എനർജി ഇൻഫിനിറ്റി ആണ്. ദെൻ 0 to A എന്ന് പറയുന്ന ലെങ്ത് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് അങ്ങനെ ഡെറിവേഷന്റെ ആവശ്യമില്ല. പക്ഷെ ഇങ്ങനെയുള്ള മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക, കാരണം നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ ഞാൻ എടുത്തിട്ടുണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു 10-40 ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്, ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം. അപ്പം ഇതെല്ലാം തിയറി ബേസ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് കൂടിയ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇവിടുത്തെ
വേവ് ഫംഗ്ഷൻ ഫൈ എൻ എക്സ്. എൻ എന്നെടുക്കാൻ കാരണം ഏത് ലെവലിലെ വേവ് ഫംഗ്ഷൻ വേണമെങ്കിലും ആവും, അതുകൊണ്ടാണ് എൻ എന്ന് പറഞ്ഞ് ഞാൻ കൺസിഡർ ചെയ്തേക്കുന്നത്. ഇസ് ഈക്വൽ ടു എ സൈൻ എൻ പൈ എക്സ് ഡിവൈഡഡ് ബൈ എ. ഇതാണ് ഇവിടുത്തെ വേവ് ഫംഗ്ഷൻ. ഇതാണ് ഇവിടുത്തെ വേവ് ഫംഗ്ഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പം ഫൈ എൻ എക്സ്, എൻ എന്ന് പറയുമ്പോൾ ഏത് ലെവലിലാണ്, ഇപ്പോൾ 0 to x എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ ആ ലെവലിൽ ഏത് വേണമെങ്കിലും 1 or 2 or 3 ഏത് വേണമെങ്കിലും കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഫൈ എൻ എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ എൻ പൈ എക്സ് ബൈ എ. ഇതാണ് നമ്മുടെ 1 dimensional ബോക്സിന്റെ എന്ത് വേവ് ഫംഗ്ഷൻ വരുന്നത്. ഇനി നോർമലൈസേഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ എന്ന് പറയുന്ന അതിന്റെ എന്താ വാല്യൂ കിട്ടും. നോർമലൈസേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് √2/a ആണ്. എയുടെ വാല്യൂ എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. അതിനെ നമ്മൾ നോർമലൈസേഷൻ അപ്ലൈ ചെയ്ത് 5 × 5² = 1 എന്ന് പറയുന്ന കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എയുടെ വാല്യൂ കിട്ടും. എയുടെ വാല്യൂ √2/a ആണ്. അങ്ങനെ നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടിയ വേവ് ഫംഗ്ഷന്റെ ഫൈ എൻ എക്സ് ഇസ് ഈക്വൽ ടു √2/a സൈൻ എൻ പൈ എക്സ് ഡിവൈഡഡ് ബൈ എ. ഇതാണ് നമുക്ക് ഫൈനൽ വേവ് ഫംഗ്ഷൻ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ വേവ് ഫംഗ്ഷൻ. ഇനി ഫസ്റ്റ് ലെവൽ ആണെങ്കിൽ എന്റെ സ്ഥാനത്ത് 1 കൊടുക്കുക, അപ്പൊ ഇവിടെ എന്റെ സ്ഥാനത്ത് 1 വരും, 1 കൊടുക്കുക. ഓക്കെ, ഇനി 2 ആണെങ്കിൽ എന്റെ സ്ഥാനത്ത് കൊടുക്കുക. അങ്ങനെ ഓരോ ലെവലിന്റെയും വേവ് ഫംഗ്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. 1 dimensional ബോക്സ് ആക്കി നമ്മളൊരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ലെവലിന്റെയും ഇലക്ട്രോൺസിന്റെ എന്താ എനർജി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി ഇതിന്റെ സോൾവ്, അതായത് ഈ വേവ് ഫംഗ്ഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഏഗൺ ഫംഗ്ഷൻ. ഏഗൺ ഫംഗ്ഷനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് എനർജി. അപ്പൊ ഈ വേവ് ഫംഗ്ഷൻ എടുത്തിട്ട് നമ്മൾ ഈ ഫൈക്ക് വരെ ഇവിടെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഫൈ തിരിച്ചു കിട്ടും, അതിനോടൊപ്പം എനർജിയും കിട്ടും. ആ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു n² h² ഡിവൈഡഡ് ബൈ 8ma². ഇതാണ് എനർജിയുടെ ഇക്വേഷൻ. n² h² ബൈ 8ma². ഞാൻ ഡെറിവേഷൻ എഴുതിയിട്ടില്ല 1 dimensional ബോക്സിന്, ജസ്റ്റ് വേണ്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ചുമ്മാ ഡെറിവേഷൻ പഠിച്ച് ടൈം കളയണ്ട. ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. 1 dimensional ബോക്സിൽ പൊട്ടൻഷ്യൽ വെല്ലിലാണ്, പൊട്ടൻഷ്യൽ ബാരിയർ ഉണ്ട്, ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ ആണ് ഔട്ട് സൈഡിൽ, ഇൻസൈഡ് പൊട്ടൻഷ്യൽ 0 ആണ്. 0 to a എന്ന് പറയുന്ന ലെങ്ത് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 1 dimensional കൺഫൈൻഡ് ആണ് നമ്മുടെ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. അവിടുത്തെ നമ്മുടെ ഇക്വേഷൻ, നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ വരുന്നത് -h×2 × d²/dx² + 5 = E psi. കാരണം അവിടെ പൊട്ടൻഷ്യൽ 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം കൈനറ്റിക് എനർജി മാത്രമേ അവിടെ കിട്ടൂ, പൊട്ടൻഷ്യൽ എനർജി ഇല്ല. പിന്നെ അവിടുത്തെ വേവ് ഫംഗ്ഷൻ വരുന്നത് ഇതല്ല, ആക്ച്വലി ഇതാണ് √2. ഇത് നോർമലൈസേഷന് മുമ്പുള്ളതാണ്. നോർമലൈസേഷൻ ചെയ്യുമ്പോൾ എയുടെ വാല്യൂ √2/a എന്ന് വരും. സോ ഫൈ എൻ എക്സ് = √2/a സൈൻ എൻ പൈ എക്സ് ബൈ എ. ഇവിടെ എന്നിന്റെ സ്ഥാനത്ത് ഏത് കൊടുക്കുന്നു ആ ലെവലിൽ, ഇപ്പൊ 100 കൊടുത്തു കഴിഞ്ഞാൽ എന്നിന്റെ സ്ഥാനത്ത് 100 കൊടുക്കും. ആ ലെവലിലെ വേവ് ഫംഗ്ഷൻ നിങ്ങൾക്ക് കിട്ടും. ഏത് ലെവലിലെ വേവ് ഫംഗ്ഷൻ നിങ്ങൾക്കും 1 dimensional ബോക്സ് ആണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഈ വേവ് ഫംഗ്ഷനെ നമ്മൾ ഇതിനകത്തോട്ട് അപ്ലൈ ചെയ്താൽ നമുക്ക് ഏഗൺ വാല്യൂ കിട്ടും. ഏഗൺ വാല്യൂ എനർജിയാണ്, വെറും എനർജി അല്ല, കൈനറ്റിക് എനർജിയാണ് കിട്ടുന്നത്. n² h² ബൈ 8ma². ഇതാണ് ഇവിടുത്തെ കൈനറ്റിക് എനർജി. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് നമ്മുടെ 1D ബോക്സിന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി പറയാനുള്ളതെന്ന് പറയുന്നത് ഈ എനർജി. ഇപ്പൊ നമുക്ക് E1 എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നാമത്തെ എനർജി ലെവലാണ് E1. ഓക്കെ, അപ്പം എന്റെ സ്ഥാനത്ത് 1 കൊടുക്കുക, അപ്പൊ h² ബൈ 8ma² എന്ന് വരും. ഒന്നാമത്തെ ലെവൽ. ഒരു ലെവൽ. E2 രണ്ടാമത്തെ ലെവലിലാണ് പാർട്ടിക്കിൾ ഇരിക്കുന്നത്, എന്റെ സ്ഥാനത്ത് 2 കൊടുക്കുക, അപ്പൊ 4h² ബൈ 8ma² എന്ന് വരും. E3 ആവുമ്പോൾ മൂന്നാമത്തെ ലെവലാണ്. എത്ര വരും? 3 സ്ക്വയർ 9 9h² ബൈ 8ma². അല്ലെ? ഇവിടെ E1 താഴെ ഇരിക്കുകയാണ്, ഫസ്റ്റ് എനർജി ലെവൽ, പിന്നെ സെക്കൻഡ് എനർജി ലെവൽ, തേർഡ് എനർജി ലെവൽ, അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ രണ്ടാമത്തെയും ലെവലുകൾ തമ്മിലുള്ള ഡിഫറൻസ് 3h² ബൈ 8ma² ആണ്. ശരിയാണോ? ഇത് 4h² ബൈ 8. E2 - E1 ആണ് അവർ തമ്മിലുള്ള ഡിഫറൻസ്. h² ബൈ 8ma, 4h² ബൈ 8ma² മൈനസ് h² ബൈ 8ma², 3h² ബൈ 8ma² വരും. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 5h² ബൈ 8ma² വരും. അതായത് ഓരോ ലെവൽ കഴിയും തോറും അവർ തമ്മിലുള്ള ഗ്യാപ്പ് എന്ത് ചെയ്ത് വരുവാണ്? കൂടി വരുവാണ്. അതായത് 1D ബോക്സിൽ ലെവലുകൾക്കിടയിലുള്ള, അതായത് മുകളിലോട്ട് പോകും തോറും ലെവലുകൾക്കിടയിലുള്ള എനർജി ഡിഫറൻസ് എന്ത് ചെയ്ത് വരുവാണ്? കൂടി വരുവാണ്. അപ്പൊ എനർജി കൂടും തോറും അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ത് ചെയ്ത് വരും? കൂടി വരും. 1D ബോക്സിൽ എനർജി കൂടി വരുവാണ്. ഓക്കെ, അത് പ്രത്യേകം ആലോചിച്ച് വെച്ചോണം. കാരണം മുകളിലോട്ട് പോകുന്തോറും എനർജിയുടെ വാല്യൂ, ആ എനർജിയുടെ ഡിഫറൻസ് ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ ഓരോ ലെവലുകൾ തമ്മിലുള്ള എനർജി ഡിഫറൻസ് ഇൻക്രീസ് ചെയ്യാണ്. മുകളിലോട്ട് പോകുന്തോറും ആ വാല്യൂ കൂടി വരും. അത് പ്രത്യേകം ഓർത്ത് വെച്ചോണം. അത് നമുക്ക് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വേവ് ഫംഗ്ഷൻ ഇക്വേഷൻ, എനർജിയുടെ ഇക്വേഷൻ, എനർജി ഓരോ ലെവൽ കഴിയും തോറും ഡിഫറൻസ് കൂടി വരികയാണ്. പിന്നെ വേവ് ഫംഗ്ഷൻ ഇക്വേഷൻ, ഹാമിൽട്ടോണിയന്റെ ടേം എന്താണ് വരുന്നത്, ദെൻ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ഓക്കെ, ഇനി നമ്മൾ ഈ വേവ് ഫംഗ്ഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ
1D ബോക്സിന്റെ വേവ് ഫംഗ്ഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ phi n എന്നും പറഞ്ഞാണ് നമ്മൾ വേവ് ഫംഗ്ഷൻ എഴുതുന്നത്. phi n x. ഓക്കെ, 0 to a ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഇവിടെ n-ന്റെ വാല്യൂ ഓഡ് ആണെങ്കിൽ, ഇവിടെ കിട്ടുന്ന n-ന്റെ വാല്യൂ ഓഡ് ആണെങ്കിൽ അത് സിമെട്രിക് വേവ് ഫംഗ്ഷനും സിമെട്രിക് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ ആയിരിക്കും. എന്നാൽ n-ന്റെ വാല്യൂ ഈവൻ ആണെങ്കിൽ അത് അസിമെട്രിക് വേവ് ഫംഗ്ഷൻ ആയിരിക്കും. അത് ഒരുപാട് വട്ടം നമുക്ക് ഒരു വൺ വേർഡ് പോലെ മീൻസ് ഒരു ABC എന്ന് പറയുന്ന ഇതിന്റെ കൂടെ നമുക്ക് ജസ്റ്റ് ചോദിച്ചതാണ്. n-ന്റെ വാല്യൂ ഓഡ് ആണെങ്കിൽ അത് സിമെട്രിക് വേവ് ഫംഗ്ഷനും n-ന്റെ വാല്യൂ ഈവൻ ആണെങ്കിൽ അത് അസിമെട്രിക് വേവ് ഫംഗ്ഷനും ആണ്. അപ്പം 5 = 100 ഈ വേവ് ഫംഗ്ഷൻ സിമെട്രിക് ആണോ അസിമെട്രിക് ആണോ? 500 എന്ന് പറയുമ്പോഴത്തേക്ക് n-ന്റെ വാല്യൂ 100 ആണ്. 100 ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. അതെന്താണ്? അസിമെട്രിക് ആണ്, സിമെട്രിക് അല്ല. അപ്പം തിരിഞ്ഞു പോയിട്ട് നമ്മൾ എപ്പോഴും വിചാരിക്കും ഈവൻ ആകുമ്പോഴാണ് സിമെട്രിക് ആവുന്നത്. അല്ല, ഈവൻ ആകുമ്പോൾ അസിമെട്രിക് ആവുകയാണ്. ഓഡ് ആകുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? സിമെട്രിക് ആയിട്ട് വരുന്നത്. ഇതാണ് 1D ബോക്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 1D ബോക്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എനർജി ഡിഫറൻസ് കൂടി വരുവാണ് ഓരോ ലെവൽ കഴിയും തോറും. എനർജി ഇക്വേഷൻ നോക്കുക, ദെൻ വേവ് ഫംഗ്ഷൻ, പിന്നെ അതേ കണക്ക് തന്നെ ഈ സിമെട്രിക് അസിമെട്രിക് ആ കാര്യം ഓർക്കുക. ഇത്രയും കാര്യങ്ങൾ മാത്രം മതി. ഇനിയാണ് നമ്മൾ 3D ബോക്സിലോട്ട് പോകുന്നത്. 3D ബോക്സ് എന്ന് പറയുമ്പോൾ 1D ബോക്സിൽ ഒരു പാർട്ടിക്കിൾ ഒരു ആക്സിസിലാണെങ്കിൽ ഇവിടെ 3 എണ്ണം വരും. 3 ആക്സിസ് ചേർത്തിട്ട് അപ്പോൾ ഇവിടെ 3 വേവ് ഫംഗ്ഷൻ വരും. ഈ എക്സിന്റെ കൂടെ വൈയും കൂടെ വരും, ഇസഡും കൂടെ വരും. ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. 3ന്റെയും കൂടെ സം ആയിരിക്കും നമ്മുടെ വേവ് ഫംഗ്ഷൻ. ആണ് h cap psi = E psi. സെയിം ഇക്വേഷൻ തന്നെ. h-ന് പകരം -h² ഡിവൈഡ് ബൈ 2 ∗ del square plus v. del square plus v × psi = 0. v യുടെ വാല്യൂ എന്താണ്? 0 ആണ്. കാരണം പൊട്ടൻഷ്യൽ എനർജി 0 ആക്കി വെച്ചേക്കുക. ഓക്കെ, പിന്നെ -h² ഡിവൈഡ് 2 ∗ del square phi = E psi എന്ന് കിട്ടി. പിന്നെ ഇവിടെ വരുന്നത് എന്താണ്? നമുക്ക് del square ഞാനൊന്ന് മാറ്റി. എന്താ? del square by dou x² plus dou square by dou y square plus dou square by dou z square. ഓക്കെ, ഇത് h cap x എന്നും ഇതിനെ h cap y എന്നും ഇതിനെ h cap z എന്നും കൊടുക്കുന്നു. ഓക്കെ, h cap x, h cap y, h cap z. Then Hamiltonian is said to be separable. We say that Hamiltonian operator h is separable. If h is separable, the eigenfunction of Hamiltonians are given by the product of eigenfunctions of h cap x, h cap y and h cap z. അപ്പം ഈ h cap സെപ്പറബിൾ ആണെങ്കിൽ അതിന്റെ ഏഗൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ഏഗൻ ഫംഗ്ഷൻ പ്രോഡക്റ്റ് ഓഫ് ഏഗൻ ഫംഗ്ഷൻസ് ആയിരിക്കും. ഏഗൻ ഫംഗ്ഷന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും. അത്രയും മാത്രമേ ഉള്ളൂ. നമ്മുടെ h സെപ്പറബിൾ ആണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞു ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററിനെ നമുക്ക് h cap x plus h cap y plus h cap z എന്ന് എഴുതാൻ പറ്റും. കാരണം ഡെൽ സ്ക്വയറിന് പകരം ഞാൻ എന്ത് കൊടുത്തു? dou square by dou x square plus dou square by dou y square plus dou square psi by dou z square എന്ന് കൊടുത്തു. ഇനി ഇതിനെ ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തു. ഓക്കെ, h² by 2 - dou square phi by dou x square ആദ്യം എടുത്തു, കോമൺ ആയിട്ട് സെറ്റ്. ഇതിനെ h cap x എന്നും ഇതിനെ h cap y എന്നും ഇതിനെ h cap z എന്നും എടുക്കുന്നു. ഓക്കെ, h cap x, h cap y, h cap z ഹാമിൽട്ടോണിയൻ സെപ്പറബിൾ ആണ്. നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഓരോന്നിലും വേവ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ആക്സിസിലുള്ള നമുക്ക് എന്ത് കിട്ടും? എനർജിയുടെ വാല്യൂ കിട്ടും. അല്ലെങ്കിൽ ഓരോ ആക്സിസിലുള്ള നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? വേവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. We say that the Hamiltonian operator h is separable. ഈ h ഹാമിൽട്ടൺ ഓപ്പറേറ്റർ നമുക്ക് മൂന്ന് ആക്സിസിലും മൂന്നായിട്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് അവരുടെ ഏഗൻ ഫംഗ്ഷൻ, കാരണം എക്സ് ആക്സിസിൽ നമ്മുടെ വേവ് ഫംഗ്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു എനർജി കിട്ടും. വൈ ആക്സിസിലെ ഹാമിൽട്ടോണിയനിലെ വേവ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എനർജി കിട്ടും. ഇസഡ് ആക്സിസിലെ വേവ് ഫംഗ്ഷനിലെ ഹാമിൽട്ടോൺ അപ്ലൈ ചെയ്യുമ്പോൾ എനർജി കിട്ടും. ആ എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് മൂന്നും കൂടെ സമ്മാക്കിയല്ലേ എടുത്തേക്കുന്നത്. പക്ഷെ ആ എനർജി നിങ്ങൾ എന്താക്കി എടുക്കണം? പ്രോഡക്റ്റ് ആക്കി എടുക്കണമെന്നാണ് എന്ത് പറയുന്നത്? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അതാണ് പറയുന്നത്. അതായത് ഇഫ് h cap is separable, the eigen function, അതായത് ആ വാല്യൂ h cap psi = E psi E എന്ന് പറയുന്ന വാല്യൂ ഇല്ലേ, ആ വാല്യൂ ഓഫ് ഹാമിൽട്ടോണിയൻസ് ആർ given by the product of eigen function of h cap x, h cap y and h cap z. Okay, similarly the energy given values are the sum terms corresponding x, y, z directions. വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വേവ് ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ഇവിടെ എനർജി ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ അതിന്റെ വേവ് ഫംഗ്ഷൻ ഇപ്പൊ നമ്മൾ 3 എണ്ണം കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് 3 വേവ് ഫംഗ്ഷൻ കിട്ടും. എക്സ് ഡയറക്ഷനിൽ ഒരു വേവ് ഫംഗ്ഷൻ കിട്ടും, വൈ ഡയറക്ഷനിൽ ഒരു വേവ് ഫംഗ്ഷൻ കിട്ടും, ഇസഡ് ഡയറക്ഷനിൽ ഒരു വേവ് ഫംഗ്ഷൻ കിട്ടും. എക്സ് ഡയറക്ഷനിലെ φn1x എന്നും വൈ ഡയറക്ഷനിലെ φn2x എന്നും ഇസഡ് ഡയറക്ഷനിലെ φn3x എന്നും എല്ലാം ഇൻറ്റു ആണ്. വേവ് ഫംഗ്ഷൻ ഇൻറ്റു ആണ് വേവ് ഫംഗ്ഷൻ. ഇനി അതിന്റെ
സൊല്യൂഷൻ നമുക്കറിയാം ഓൾറെഡി എക്സ് ഡയറക്ഷൻ നമ്മൾ കണ്ടു √2/a sin n pi x/a. ഇനി y ഡയറക്ഷൻ നമ്പർ √2/b എന്ന് പറഞ്ഞു, പുതിയൊരു വേരിയബിൾ 2/b n pi x n2 pi y/b. ദെൻ phi n3 ആകുമ്പോഴത്തേക്ക് √2/c, c ആണ്, c n3 pi z/c. അതായത് ജസ്റ്റ് 3 വേവ് ഫംഗ്ഷൻ 3 ആക്സിസിൽ ഓൾറെഡി എക്സ് ആക്സിസ് നമുക്കറിയാം √2/a അല്ലെ, √2/a sin n pi x/a. ഇതാണ് എക്സ് ആക്സിസിൽ. ഇതാണ് വൈയും വരും ഇസഡും വരും. y ആകുമ്പോൾ എക്സിന് പകരം y കൊടുക്കുക, ഇവിടെ എക്ക് പകരം പുതിയ എണ്ണം, കാരണം 0 to a ആണ് എക്സ് എടുക്കുന്നതെങ്കിൽ 0 to b y, 0 to c z, 3 കൺസിഡർ ചെയ്യുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ അതിനെ കോമൺ ആയിട്ട് എന്താ 2 2 2 2 ഇത് 3 പുറത്ത് 8 വരും. a into b into c a b c, പിന്നെ ഓരോന്നിനും നടക്കും sin n1 pi x/a sin n2 pi x/a sin n3 pi z/c. ഓക്കെ, പിന്നെ അതിനുശേഷം എനർജി ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ വേവ് ഫംഗ്ഷൻ വരുന്നത്. √8/abc sin n1 pi x/a sin n2 pi y/b sin n3 pi z/c. ഇതാണ് വേവ് ഫംഗ്ഷൻ വരുന്നത്. ഓക്കെ, ഇനി എനർജി ആണെങ്കിൽ 3 എണ്ണം ഉണ്ട്. ഈ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എനർജി കിട്ടും അല്ലെ, ഈ വേവ് ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് എനർജി കിട്ടും, ഈ വേവ് ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് എനർജി കിട്ടും, ഈ വേവ് ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് എനർജി കിട്ടും. ആ 3 എനർജി കൂടെ ആഡ് ചെയ്യണം. വേവ് ഫംഗ്ഷൻ ഇൻഡു ചെയ്യുന്നു, എനർജീസ് പരസ്പരം ആഡ് ചെയ്യുന്നു. E1 En1 പ്ലസ് En2 പ്ലസ് En3. എങ്ങനെയാ, നമുക്ക് ഓൾറെഡി എക്സ് ആക്സിന് അറിയാം n² h²/8ma² അല്ലെ, n² h²/8ma². ഇതാണ് നമ്മുടെ എനർജി വരുന്നത്. ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, സൈൻ അല്ല, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പം എനർജി ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്, മിസ്റ്റേക്ക് ആണ്. എനർജിയുടേത് n², ഓക്കെ, n² n1² h²/8ma² പ്ലസ് അല്ലെ, പിന്നെന്താ n2² h²/8mb², a² മാറി b² ആയി, പ്ലസ് n3² h²/8mc². ഇത് 3 കൂടെ കൂട്ടിയാണ് എനർജി. ഇനി എന്തിനെ കോമൺ ആയിട്ട് പുറത്തെടുക്കാം, എല്ലാത്തിലും h²/8m പുറത്തുണ്ട്. അപ്പൊ അതിനെ h²/8m കോമൺ ആയിട്ട് പുറത്തെടുത്തു, h²/8m. പിന്നെ ഉള്ളത് ആരാ, h²/8m കഴിഞ്ഞാൽ n1²/a², n1²/a², n2²/b², n2²/b², n3²/c², n3²/c². ഓക്കെ, ഇനി ഇതൊരു ക്യൂബ് ആണെങ്കിൽ, ഓക്കെ, പിന്നെ അവർ കൺസിഡർ ചെയ്തേക്കുന്നത് ഇതൊരു ക്യൂബ് ആണെങ്കിൽ, അതായത് നമ്മൾ ഈ കൺസിഡർ ചെയ്തേക്കുന്ന 3D ബോക്സ് ഒരു ക്യൂബ് ആണെങ്കിൽ, 3D ബോക്സ് ഒരു ക്യൂബ് ആണെങ്കിൽ a = b = c ആയിരിക്കും. എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ a b cക്ക് പകരം എന്തെന്ന് തന്നെ കൊടുക്കാം, a എന്ന് തന്നെ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ വരുന്നത് എനർജി n1 n2 n3 is equal to h²/8m അല്ലെ. ഇതിന് എന്ന് കൊടുക്കാം, ബിക്ക് എന്തെന്ന് കൊടുക്കാം, a² എന്ന് കൊടുക്കാം, സിക്ക് എന്തെന്ന് കൊടുക്കാം, a². അപ്പൊ ഇത് 3 കോമൺ ആയിട്ട് പുറത്തെടുക്കാം. 8ma², പിന്നെ എന്ത് വരുന്നത് n1² പ്ലസ് n2² പ്ലസ് n3². ഇതാണ് എനർജി ഇക്വേഷൻ. ഇത് എന്താകുമ്പോഴാണ് വരുന്നത്, ക്യൂബ് ആയിട്ട് വരുമ്പോൾ, ക്യൂബ് ആയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ എനർജി ഇക്വേഷൻ ഇതാണ്. എന്താ എനർജി ഇക്വേഷൻ, n1 n2 n3 എന്ന് പറയുന്നത് h²/8m n1²/a², n2²/b², n3²/c². ഇത് നമ്മൾ ക്യൂബ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എക്കും ബിക്കും സിക്കും ഒരേ വാല്യൂ തന്നെയായിരിക്കും, ഒരേ ലെങ്ത് തന്നെയായിരിക്കും. അതുകൊണ്ട് എ എന്ന് പറഞ്ഞ് കോമൺ ആയിട്ട് എടുത്താൽ മതി. ഓക്കെ, അപ്പൊ എന്താ, ഇത് വേവ് ഫംഗ്ഷനും ഇത് എനർജിയുമാണ്. രണ്ടും എവിടെ തന്നെ കിട്ടിയ 1D ബോക്സ് തന്നെ വേവ് ഫംഗ്ഷൻ എടുക്കുമ്പോൾ 1D ബോക്സിന്റെ വേവ് ഫംഗ്ഷനോടെ എക്സും വൈയും കൂടെ ഇൻഡു ചെയ്യുക, എനർജി എടുക്കുമ്പോഴത്തേക്ക് 1Dയുടെ എനർജി കൂടെ എക്സും വൈയും കൂടെ ആഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, ഇത് റെക്ടാങ്കിൾ ആണ്. റെക്ടാങ്കിൾ ആണെങ്കിൽ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമ്മുടെ എനർജി ഇക്വേഷൻ എങ്ങനെ വരും, ഈ n1 n2 n3 is equal to അല്ലെ h²/8m, a² കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ പറ്റത്തില്ല, h²/8a², n1²/a² പ്ലസ് n2²/b² പ്ലസ് n3²/c². ഇതായിരിക്കും എനർജി ഇക്വേഷൻ റെക്ടാങ്കിൾ ആണെങ്കിൽ. ഓക്കെ, കാരണം എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ ഡിഫറെന്റ് ആണ് റെക്ടാങ്കിളിന്റെ കേസിൽ. എന്നാൽ ഇത് എന്താണെങ്കിൽ
സ്ക്വയർ ആണെങ്കിൽ എയുടെയും ബിയുടെയും വാല്യൂ സെയിം ആണ്, പക്ഷെ സിയുടെ വാല്യൂ ഡിഫറെന്റ് ആണ്. അപ്പോൾ നമുക്ക് എനർജി ഇക്വേഷൻ എഴുതാം. ഈ n1 n2 n3 is equal to h square divided by 8m അല്ല ഇതല്ലേ നോർമൽ ഇക്വേഷൻ. n1 square by a square plus n2 square by b square plus n3 square by c square. ഇതല്ലേ ഇക്വേഷൻ. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? എയും ബിയും ഒരേ കണക്കാണ്. അപ്പം a is equal to b. അപ്പൊ അതിന് പകരം എന്തെന്ന് കൊടുക്കാം? a എന്ന് കൊടുക്കാം. സിയെ മാറ്റാൻ പറ്റില്ല, കാരണം സി ഡിഫറെന്റ് ആണ്. ആണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ മാറും? ഈ n1 n2 n3 is equal to എനർജി ആഡ് ചെയ്യാണ്. എനർജി പരസ്പരം ആഡ് ചെയ്യുക, വേവ് ഫംഗ്ഷൻ ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ മാറും h സ്ക്വയർ ഡിവൈഡഡ് ബൈ 8m. കോമൺ ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല, എല്ലാവരും ഇത് കോമൺ ആയിട്ട് എടുക്കണ്ടേ? പറ്റത്തില്ല, എല്ലാവർക്കും a അല്ലല്ലോ. n1 സ്ക്വയർ പ്ലസ് n2 സ്ക്വയർ ബൈ a സ്ക്വയർ. ഇങ്ങനെ എടുത്തൂടെ? n1 n2 കൂടെ ഒരുമിച്ച് എഴുതാം, കാരണം രണ്ടിന്റെയും a ആണ്. പ്ലസ് n3 സ്ക്വയർ ബൈ c സ്ക്വയർ. ഇതാണ് എന്താ? ഇത് എ എന്ന് പറയുന്നത് ലെങ്ത് ആണ്, ലെങ്ത് ഓഫ് ബോക്സ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. എക്സ് ഡയറക്ഷൻ ലെങ്ത്, വൈ ഡയറക്ഷൻ ലെങ്ത് ആണ് ബി, ഇസഡ് ഡയറക്ഷൻ ലെങ്ത് ആണ് സി. ഓക്കെ. ക്യൂബ് ആണെങ്കിൽ എയും ബിയും സിയും സെയിം ആയിരിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ ഇക്വേഷൻ എഴുതുന്നത് ഈ n1 n2 n3 is equal to h square divided by 8ma square into n1 square plus n2 square plus n3 square. ഇതാണ് എനർജി ഇക്വേഷൻ. h സ്ക്വയർ ബൈ 8ma സ്ക്വയർ n1 സ്ക്വയർ പ്ലസ് n2 സ്ക്വയർ പ്ലസ് n3 സ്ക്വയർ. ഓക്കെ ഓക്കെ. അപ്പൊ മൂന്നെണ്ണത്തിന്റെ ആയി. വേണ്ട റെക്ടാങ്കിൾ ആയി, അത് നോർമൽ രീതിയിൽ പുറത്തെടുക്കാൻ പറ്റില്ല. ദെൻ സ്ക്വയർ ആണെങ്കിൽ ഇങ്ങനെ, ഇതെല്ലാം 3D ആണ്. ക്യൂബ് ആണെങ്കിൽ ഇങ്ങനെ, മൂന്നെണ്ണം. ഇതാണ് 3D ബോക്സ്. ഒന്നുമില്ല, 1D ബോക്സിന്റെ അതേ കണക്ക് തന്നെ 3D ബോക്സ് ആകുമ്പോഴത്തേക്ക് എക്സും വൈയും ഇസഡും കൂടെ എക്സ്ട്രാ വരുമെന്നേ ഉള്ളൂ എക്സിന്റെ കൂടെ. അവിടെ വേവ് ഫംഗ്ഷൻ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം, എനർജി നിങ്ങൾ ആഡ് ചെയ്യണം, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ. അത് കഴിഞ്ഞ് നമ്പർ ഓഫ് സിമെട്രി എലമെന്റ്സ് ആണ്. അത് ഞാൻ ജസ്റ്റ് നമുക്ക് ഒരു വട്ടം എക്സാമിന് നെറ്റ് എക്സാമിന് ചോദിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. സിമെട്രി എലമെന്റ്സ് നമ്മൾ എന്താ, ക്യൂബ് ആണെങ്കിൽ നമുക്ക് 48 സിമെട്രിക്, അത് നമ്മൾ ഗ്രൂപ്പ് തിയറിയിൽ വരുന്നതാണ്. 48 സിമെട്രിക് എലമെന്റ്സ് ആണ് വരുന്നത്. സ്ക്വയർ ആണെങ്കിൽ 16, റെക്ടാങ്കിൾ ആകുമ്പോൾ 8. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് നമ്മുടെ ഓർഡറിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സിമെട്രിയുടെ വാല്യൂ കൂടും. മോർ സിമെട്രി ആർക്കാണ്? ക്യൂബിനാണ്. ക്യൂബിന് 48. അപ്പൊ ക്യൂബിന്റെ എന്താണ് എച്ച്, അതായത് ഓർഡറിന്റെ വാല്യൂ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പം സിമെട്രിക് എലമെന്റ്സ് ക്യൂബിനാണ് ഏറ്റവും കൂടുതൽ, കാരണം അതിന്റെ ഓർഡറിന്റെ വാല്യൂവും കൂടുതലാണ്. അപ്പോൾ ഓർഡർ കൂടുന്നതിനനുസരിച്ച് സിമെട്രിയും കൂടും. സിമെട്രിക് എലമെന്റ്സ് ക്യൂബിന്റെ കേസിൽ 48 എണ്ണം ഉണ്ട്, സ്ക്വയറിന്റെ കേസിൽ 16, ദെൻ റെക്ടാങ്കിളിന്റെ കേസിൽ 8. സിമെട്രിക് എലമെന്റ്സ് മാത്രം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ക്യൂബിൻ്റെത് 40. ക്യൂബിന്റെ ഒക്കെ പിന്നെ നമ്മുടെ പോയിന്റ് ഗ്രൂപ്പ്സ് ഉണ്ട്, ക്യൂബിന്റെയും സ്ക്വയറിന്റെയും റെക്ടാങ്കിളിന്റെയും എല്ലാം. ജസ്റ്റ് നോക്കി വെച്ചേക്കണം. ഇപ്പൊ ഞാൻ ഈ ഒരു കേസ് പറഞ്ഞതുകൊണ്ട് ഇതിന്റെ കൂടെ ജസ്റ്റ് സിമെട്രിക് എലമെന്റ്സ് കൂടെ പറഞ്ഞതേ ഉള്ളൂ. ഗ്രൂപ്പ് തിയറിയിൽ നിങ്ങൾ പഠിക്കും ക്യൂബിന്റെയും സ്ക്വയറിന്റെയും റെക്ടാങ്കിളിന്റെയും എല്ലാം എന്ത് പോയിന്റ് ടേബിൾ അല്ലെങ്കിൽ പോയിന്റ് ഗ്രൂപ്പ് ഏതാണെന്നുള്ളത്. ഓക്കെ. അടുത്തത് 2D ബോക്സ് ആണ്. 2D ബോക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 ആക്സസ് ആണ് വരുന്നത്, എക്സ് ആക്സസും വരും, വൈ ആക്സസും വരും. അപ്പൊ നമുക്ക് 2 എണ്ണം മാത്രം മതി. നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ മാറും. നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ മാറും. ഇക്വേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? ഈ n1 n2 രണ്ടെണ്ണം h സ്ക്വയർ ഡിവൈഡഡ് ബൈ 8m അല്ലെ, n1 സ്ക്വയർ ബൈ a സ്ക്വയർ പ്ലസ് n2 സ്ക്വയർ ബൈ b സ്ക്വയർ. മറ്റേതാകുമ്പോൾ n3 സ്ക്വയർ ബൈ c സ്ക്വയറും കൂടെ വരും. 2D ബോക്സ് ആകുമ്പോൾ നമുക്ക് 2 എണ്ണേ ഉള്ളൂ, അപ്പൊ അത് 2 എണ്ണം മാത്രം മതി. അപ്പൊ മറ്റേ വേവ് ഫംഗ്ഷൻ എന്ത് വരും? √2/a sin n/x a, √2/b sin n/x b, എന്നിട്ട് 4/√4/b എന്ന് പറഞ്ഞു വരും, 4/ab എന്ന് പറഞ്ഞു വരും. 2 എണ്ണം എടുത്താൽ മതി അവിടെ. എന്നാൽ അത് സ്ക്വയർ ബോക്സ് ആണെങ്കിൽ എയുടെയും ബിയുടെയും വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ എങ്ങനെ വരും എനർജി ഇക്വേഷൻ? ഈ n1 n2 is equal to h സ്ക്വയർ ഡിവൈഡഡ് ബൈ 8ma സ്ക്വയർ, പിന്നെന്താ n1 സ്ക്വയർ പ്ലസ് n2 സ്ക്വയർ. ഇതാണ് 2D ബോക്സ് ആവുന്നത്. 2D ബോക്സിൽ റെക്ടാങ്കുലറും സ്ക്വയറും മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. റെക്ടാങ്കുലർ ആകുമ്പോഴത്തേക്ക് എനർജി വരുന്നത് ഈ n1 n2 is equal to h സ്ക്വയർ ബൈ 8m, n1 സ്ക്വയർ a സ്ക്വയർ പ്ലസ് n2 സ്ക്വയർ b സ്ക്വയർ. ദെൻ സ്ക്വയർ ബോക്സ് ആകുമ്പോഴത്തേക്ക് n1 n2 is equal to h സ്ക്വയർ ബൈ 8ma സ്ക്വയർ, n1 സ്ക്വയർ പ്ലസ് n2 സ്ക്വയർ. ഇതാണ് 2D ബോക്സ്. ഓക്കെ. ഇൻ 1D ബോക്സ് ഇമ്പോർട്ടന്റ് ആണ് ഈ പോയിന്റ് എല്ലാം. ഇൻ 1D ബോക്സ് ഓൾ levels are non-degenerate.
ഡീജനറസി ഇല്ല. സെയിം എനർജി ഉള്ള ഒരു ലെവലും 1D ബോക്സിൽ ഇല്ല. 1D ബോക്സിൽ ഓരോ ലെവലിനും ഓരോ എനർജീസ് ആണ്. എനർജി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഈസ് ഈക്വൽ ടു n സ്ക്വയർ h സ്ക്വയർ ഡിവൈഡഡ് ബൈ 8ma². ഏതെങ്കിലും ലെവലിന് സെയിം എനർജി ഉണ്ടോ? 1 കൊടുത്തു നോക്കേ. എന്നിന്റെ സ്ഥാനത്ത് 1 കൊടുക്കുമ്പോൾ h സ്ക്വയർ ബൈ 8ma². 2 കൊടുത്തു നോക്കേ, 4h സ്ക്വയർ ബൈ 8ma². സെയിം എനർജി ആണോ? ആർക്കും സെയിം എനർജി ഇല്ല, എല്ലാവരും നോൺ ഡീജനറേറ്റ് ആണ്. എന്നാൽ 2D ബോക്സ് 2D ബോക്സ് ഓൾറെഡി നമ്മൾ കണ്ടതാണ്. 2D ബോക്സ് ഇവിടെ എയുടെയും ബിയുടെയും വാല്യൂ സെയിം അല്ല എന്നുണ്ടെങ്കിൽ, എയുടെയും ബിയുടെയും വാല്യൂ സെയിം അല്ല എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? അവര് എയുടെയും ബിയുടെയും വാല്യൂ സെയിം അല്ല എന്നുണ്ടെങ്കിൽ അവരാരാ? റെക്ടാങ്കുലർ ആണ്. അപ്പൊ ഇത് റെക്ടാങ്കുലർ ആണെങ്കിൽ, നമുക്ക് തന്നിരിക്കുന്ന ബോക്സ് റെക്ടാങ്കുലർ ആണെങ്കിൽ 2Dയിൽ അവരെല്ലാവരും നോൺ ഡീജനറേറ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യനകത്ത് നോക്കാം, റെക്ടാങ്കുലർ ബോക്സ് എന്ന് പറയുകയാണെങ്കിൽ 2Dയിൽ റെക്ടാങ്കുലർ ബോക്സ് എന്ന് പറയുകയാണെങ്കിൽ അവരെന്തായിരിക്കും? നോൺ ഡീജനറേറ്റ് ആയിരിക്കും, റെക്ടാങ്കുലർ ബോക്സ് ആണെങ്കിൽ. ഓക്കെ, A is equal to B. ഇതേതാ? A is equal to B. ഓക്കെ, A is equal to B. A is equal to B ഏതാ? സ്ക്വയർ ബോക്സ് ആണ്. അപ്പൊ നമ്മൾ എടുക്കുന്നത് എന്താണെങ്കിൽ സ്ക്വയർ ബോക്സ് ആണെങ്കിൽ ഡീജനറസി ഉണ്ടായിരിക്കും. സ്ക്വയർ ബോക്സ് ആണെങ്കിൽ ഡീജനറസി ഉണ്ടായിരിക്കും. എങ്ങനെ ഡീജനറസി കണ്ടുപിടിക്കുന്നത്? നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഡീജനറസി എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ്? F11 ഡീജനറസി 1 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, F12 ഡീജനറസി 2 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ഡീജനറസി കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾ നോക്കേണ്ടത് F12, അതായത് നമ്മുടെ ഇക്വേഷൻ ഇതാണ്, ഈ n1 n2 is equal to അല്ലെ h സ്ക്വയർ ഡിവൈഡഡ് ബൈ 8ma² n1 സ്ക്വയർ പ്ലസ് n2 സ്ക്വയർ. ഇവിടെ n1 ന്റെ വാല്യൂ എത്ര? 1 അല്ലെ. ഈ ആണ്, ഇത് എഫ് അല്ല കേട്ടോ, ഈ ആണ് ഈ 1 2 എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ എങ്ങനെയാ വരുന്നത്? n1 സ്ഥാനത്ത് 1ഉം n2 സ്ഥാനത്ത് 2. എങ്ങനെ വരും? h സ്ക്വയർ ബൈ 8ma². നമുക്ക് ലെങ്ത് ഒന്നും തന്നിട്ടില്ല, മാസ് തന്നിട്ടില്ല, അതുകൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല. ma², n1 സ്ക്വയറിന് പകരം 1 സ്ക്വയർ, n2 സ്ക്വയറിന് പകരം 2 സ്ക്വയർ. എന്തൊട്ട് ആൻസർ? 1 സ്ക്വയർ 1, 2 സ്ക്വയർ 5h സ്ക്വയർ ബൈ 8ma² എന്ന് വരും. അതാണ് എനർജി. പക്ഷെ നമ്മുടെ ചോദിച്ചേക്കുന്നത് ഡീജനറസി ആണ്. ഡീജനറസി എങ്ങനെ കണ്ടുപിടിക്കാം? ആ ലെവലിന്റെ വാല്യൂസ് ഇല്ലേ 1ഉം 2ഉം, ഇതിനെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ അതാണ് ഡീജനറസി. 1നെയും 2നെ എങ്ങനെ അറേഞ്ച് ചെയ്യാം? 1 2 എന്നും പറഞ്ഞ് അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ അറേഞ്ച് ചെയ്യാം? 2 1 എന്നും പറഞ്ഞ് അറേഞ്ച് ചെയ്യാം. ഇങ്ങനെ 2 അറേഞ്ച്മെന്റ് അല്ലേ ഇതിന് പോസിബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഡീജനറസി എത്ര ആയത്? 2 ആയത്. അതായത് ആ ലെവലുകളുടെ എനർജിയെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ, ആ എന്നിന്റെ വാല്യൂനെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ അതാണ് നമ്മളുടെ ഡീജനറസി. എന്നാൽ ഇവിടെ 1D ബോക്സ് ആണെങ്കിൽ നമുക്ക് എന്നിന് ഒരു വാല്യൂ ഉള്ളൂ, 1 മാത്രം. അപ്പൊ 1 കൊടുത്താൽ എന്നിന് 1 മാത്രം. ഇതിന് ഈ ഒരു രീതിയിൽ മാത്രമേ അറേഞ്ച് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇനി A not equal to B ആണെങ്കിൽ നമുക്ക് 2 ഇക്വേഷൻ വരും. അപ്പൊ നമുക്ക് n1 സ്ക്വയർ പ്ലസ് n2 സ്ക്വയർ എന്നല്ല വരുന്നത്, n1 സ്ക്വയർ ബൈ a² എന്നും n2 സ്ക്വയർ ബൈ b² എന്നും. അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ഒരിക്കലും എന്തില്ല? ഡീജനറസി ഇല്ല. അപ്പൊ എല്ലാ സൈഡും ഈക്വൽ ആണ്, അല്ലെങ്കിൽ 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ സെയിം ഇതായിട്ട് വരുമ്പോൾ മാത്രമേ, ലെങ്ത് എല്ലാം സെയിം ആയിട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് ഡീജനറസി ഉള്ളൂ. അതായത് 1D ബോക്സിന് ഡീജനറസി ഇല്ല. 2Dയുടെ കേസിൽ A not equal to B റെക്ടാങ്കുലർ ബോക്സിന് ഡീജനറസി ഇല്ല. A equal to B സ്ക്വയർ ബോക്സിന് ഡീജനറസി ഉണ്ട്. അത് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ച് എഴുതും. ഡീജനറസി 2 ആയിരിക്കും സ്ക്വയർ ബോക്സിൽ എപ്പോഴും. ഓക്കെ, എന്നാൽ അത് എന്താണെങ്കിൽ 3D ബോക്സ് ആണെങ്കിൽ A is equal to B, A not equal to B not equal to C. ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. A not equal to B not equal to C. നമുക്ക് നോക്കാം. ആണ് A not equal to B not equal to C. അതാരാ? റെക്ടാങ്കിൾ ആണ്. അടുത്ത നമ്മൾ പഠിച്ചായിരുന്നു A equal to B not equal to സ്ക്വയർ, പിന്നെ A equal to B equal to C അതാ ക്യൂബ്. ഇത് മൂന്നുമാണ് നമ്മൾ പറയുന്നത്. 3D ബോക്സ് A not equal to B not equal to C. ഇതാരാ? റെക്ടാങ്കുലർ 3D ബോക്സ് ആണ്. റെക്ടാങ്കുലർ. അവർക്ക് ഡീജനറസി ഉണ്ടോ? ഇല്ല. ഇത് ഈക്വൽ അല്ല, അതുകൊണ്ട് അവർക്ക് എന്തില്ല? ഡീജനറസി ഇല്ല. എന്നാൽ 3D ബോക്സ്, ഇത് 3D ബോക്സ് ആണ്. 3D ബോക്സിൽ ഏതാ? A is equal to B is equal to C. ഇത് ക്യൂബിക് ബോക്സ് ആണ്. ക്യൂബിക് ആകുമ്പോൾ എന്തുണ്ട്? ഡീജനറസി ഉണ്ട്. താണ്ട n1ന്റെയും n2ന്റെയും n3യുടെയും വാല്യൂ നോക്ക്, എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ അതാണ് ഡീജനറസി. ആദ്യം 1 1 1 എന്നല്ലേ കൊടുത്തേക്കുന്നത്, ഇത് ഈ ആണ് കേട്ടോ.
1 1 1 എന്നല്ലേ കൊടുത്തേക്കുന്നത്. ഇതിന് ഈ ഒരു രീതിയിലല്ലേ അറേഞ്ച് ചെയ്യാൻ പറ്റൂ, വേറെ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഡീജനറസി എത്ര? 1. അടുത്ത നോക്കി 1 1 2. ഇതിന്റെ ഡീജനറസി എത്ര? എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും നോക്കാം. 1 1 2 ഇങ്ങനെ അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ 1 2 1 ഇങ്ങനെ അറേഞ്ച് ചെയ്യാം, ശരിയല്ലേ? അല്ലെങ്കിൽ 2 1 1 ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. 1 1 2 എന്ന് അറേഞ്ച് ചെയ്യാം, 1 2 1 എന്ന് അറേഞ്ച് ചെയ്യാം, 2 1 1 എന്ന് അറേഞ്ച് ചെയ്യാം. സോ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? 3 രീതിയിൽ അറേഞ്ച് ചെയ്യാം. അപ്പൊ ഡീജനറസി എത്ര? 3 ആണ്. നമുക്ക് ഇവിടെ 2 ആണ് കൊടുത്തിരിക്കുന്നത്, 3 ആണ് കേട്ടോ ആൻസർ. 3 ആണ് വരുന്നത് ഡീജനറസി. ഇനി 1 2 2 എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ നോക്കാം. 1 2 2 ഇനി അങ്ങനെ അറേഞ്ച് ചെയ്യാം. 2 1 2 ഇങ്ങനെ അറേഞ്ച് ചെയ്തുകൂടി. 2 2 1 ഇങ്ങനെ അറേഞ്ച് ചെയ്തുകൂടി. വേറെ ഏതെങ്കിലും അറേഞ്ച്മെന്റ് പോസിബിൾ ആണോ? അല്ല. അപ്പൊ അതിന്റെ ഡീജനറസി എത്ര? 3. അപ്പൊ ഡീജനറസി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? n1ന്റെയും n2ന്റെയും n3യുടെയും വാല്യൂ വേണം, എങ്കിൽ മാത്രമേ നമുക്ക് ഡീജനറസി കണ്ടുപിടിക്കാൻ പറ്റൂ. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കത്തില്ല ചോദിക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്റെ കയ്യിൽ ഒരു 2D അല്ല ഒരു 3D ബോക്സ് ഉണ്ട്. അതിന്റെ എനർജി വരുന്നത് സപ്പോസ് 4h²/8ma² ആണ്. ഇതാണ് ആ 3D ബോക്സ്, ക്യൂബിക് ബോക്സ് ആണ്. ഈ 3D ക്യൂബിക് ബോക്സിന്റെ 3D ബോക്സിന്റെ എനർജി വരുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ ഡീജനറസി എത്ര എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ ഡീജനറസി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? n1ന്റെയും n2ന്റെയും n3യുടെയും വാല്യൂ വരണം. അപ്പൊ ഇത് 3D ബോക്സ് ആണെന്ന് പറഞ്ഞില്ല. അപ്പൊ ഈ n1 n2 n3 ഇതിന്റെ വാല്യൂ ആണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ ഇക്വേഷനിലോട്ട് മാറ്റാം. ഈ n1 n2 n3 is equal to h² divided by 8ma² n1² plus n2² plus n3². ഇനി നമുക്കൊന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കാം. h²/8ma² അവിടെ ഉണ്ട്. പിന്നെ n1² n2² n3², അതിന് പകരമാണ് 4. അപ്പം ഒരാളുടെ n1ന്റെ n2ന്റെ n3 ഇതിന്റെ എല്ലാം സ്ക്വയർ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 4 വരാം. അതിൽ ഏതൊക്കെ പോസിബിൾ ആയിട്ട് വരും എന്ന് നോക്കിക്കേ. 0 0 2 നോക്കിക്കേ. n1ന്റെ വാല്യൂ 0, n2ന്റെ വാല്യൂ 0, n3യുടെ വാല്യൂ 2. രണ്ടിന്റെ സ്ക്വയർ 4. മൂന്നും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 4 വരത്തില്ലേ? പക്ഷെ ഇത് എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഒരിക്കലും 0 വരത്തില്ല. നമുക്ക് 1 2 3 പോലുള്ള നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ് തന്നെ വരണം. അപ്പൊ പിന്നെ ഏതെടുക്കും? 1 2 3 അതുള്ള നമ്പേഴ്സ് തന്നെ വരണം. ഇങ്ങനെ എടുക്കാൻ പറ്റും. 1 1 1 2 എന്നും പറഞ്ഞെടുക്കാൻ പറ്റുമോ? 1ന്റെ സ്ക്വയർ 1, അടുത്ത 1ന്റെ സ്ക്വയറും 1, 2ന്റെ സ്ക്വയർ 4. അപ്പം 1 1 2 എടുക്കാൻ പറ്റത്തില്ല. 1ന്റെ സ്ക്വയർ 1 തന്നെ വരും, 1ന്റെ സ്ക്വയർ 1 തന്നെ വരും, 2ന്റെ സ്ക്വയർ എന്ത് വരും? 4 വരും. 1 1 2 പറ്റത്തില്ല. അപ്പൊ ഈ 4h² വരത്തില്ല കേട്ടോ. അപ്പം 3h² ആക്കാം നമുക്ക്. 3h²/8ma². അപ്പൊ എന്ത് വരും? 1 1 1 എന്ന് എടുക്കാം അല്ലെ? 1 1 1. ഓക്കെ. ഡീജനറസി എത്ര? 1. ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ നമുക്ക് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്, ചെയ്യുമ്പോഴത്തേക്ക് ക്ലിയർ ആവും. ഓക്കെ. പാർട്ടിക്കിൾ ഇൻ എ റിംഗ്. ഇതുവരെ ഉള്ളൂ നമുക്ക് എന്താ എക്സാക്ട്ലി സോൾവബിൾ സിസ്റ്റം ആയിട്ട് 1D ബോക്സ്, 3D ബോക്സ്, 2D ബോക്സ്, ദെൻ റിംഗ്. റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ 1D ബോക്സ് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് 1 ഡയമെൻഷണൽ ബോക്സ് തന്നെയാണ്, എക്സ് ആക്സിസ് മാത്രമേ കൺസിഡർ. പക്ഷെ ഇതിനെ അങ്ങ് റൊട്ടേറ്റ് ചെയ്ത് ഈ 2 എൻഡും അങ്ങ് ജോയിൻ ആക്കി ഒരു റിംഗ് പോലെ എടുത്തേക്കാണ്. അതിനകത്താണ് നമ്മുടെ പാർട്ടിക്കിൾ ഇരിക്കുന്നത്. ഓക്കെ. എക്സ് ആക്സിസ് ആണ്. അതാണ്. Consider a variant of 1 dimensional particle in a box problem in which the axis x is bent. X axis നമ്മൾ bend ചെയ്യുന്നു into a ring of radius r. സ്മാൾ r ആണ്, ക്യാപിറ്റൽ r അല്ല, സ്മാൾ r ലോട്ട് ബെൻഡ് ചെയ്തു. We can write the same Schrodinger equation. Schrodinger equation ഒന്നും മാറ്റമില്ല, സെയിം Schrodinger equation ആണ്. -h² 2m into d² 5/dx² 5 എന്താ v5 = 0. ഇതിന്റെ വാല്യൂ 0 ആയിരിക്കും. ഇനിയാണ് നമ്മൾ കുറച്ച് അസംഷൻസ് ഒക്കെ കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ വേവ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചു. നമ്മുടെ വേവ് ഫംഗ്ഷൻ ഞാൻ പറയാം. ഇതൊക്കെ ജസ്റ്റ് അസംഷൻസ് ആണ്, അതിലോട്ടൊന്നും കാര്യമായിട്ട് പോകേണ്ട കാര്യമില്ല. ജസ്റ്റ് വേവ് ഫംഗ്ഷൻ മാത്രം ഓർത്ത് വെച്ചാൽ മതി. നമ്മുടെ വേവ് ഫംഗ്ഷൻ വരുന്നത് ഇതാണ്. വേവ് ഫംഗ്ഷൻ ഇതാണ്. phi is equal to k e raised to I m phi.
ഇതാണ് നമ്മുടെ വേവ് ഫംഗ്ഷൻ കെ ഇ റൈസ് ടു ഐ എം ഫൈ. അതിനകത്ത് കെ വരുന്നത് 1/√2π ആണ്. നോർമലൈസേഷൻ ചെയ്യുമ്പോൾ കെയുടെ വാല്യൂ നോർമലൈസേഷൻ എഴുതിയിട്ടുണ്ട് 1/√2π വരും. അപ്പം 5 ഓഫ് 5 is equal to 1/√2π into e raised to I m phi. ഇതാണ് നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ഫോർ പാർട്ടിക്കിൾ ഇൻ എ റിംഗ്. 5 is equal to 1/√2π into e raised to I m phi. ഇതാണ് നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ. ഓക്കെ, ഇനി അതിൻ്റെതാണ് നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ. ഇനി അതിന്റെ എനർജി നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് എനർജി ഇക്വേഷൻ. m² h² ഡിവൈഡഡ് ബൈ 2 അല്ലാന്നുണ്ടെങ്കിൽ m² ഇതാണ് m² h² ബൈ 2. ഇത് m² ഇക്വേഷൻ നമുക്ക് വേണ്ട, ഇത് മാത്രം പഠിച്ചാൽ മതി. ഈസ് ഇക്വൽ ടു m² h² ഡിവൈഡഡ് ബൈ 2. ഇത് വേവ് ഫംഗ്ഷൻ ഇക്വേഷൻ ആണ്. 5 is equal to 1/√2π into e raised to I m phi. അത് മാത്രം മതി നമുക്ക്. പിന്നെ ഇവിടുന്ന് m² ഇക്വേഷൻ എഴുതിയിരിക്കുന്നത് 2IE ഡിവൈഡ് ബൈ h². അതിൽ നിന്നാണ് നമ്മൾ എനർജി ഇക്വേഷൻ എഴുതുന്നത്. m² h² ഡിവൈഡ് ബൈ 2i കേട്ടോ. 2i ഇവിടെ 2i ഉണ്ട് കേട്ടോ, i വിട്ടുപോയതാണ്. m² h² ബൈ 2i. i എന്ന് പറഞ്ഞത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. I എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. I എന്ന് പറയുന്നത് mr² ആണ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് I. m മാസ്, r ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു മാസസിലെ ഏതെങ്കിലും ഒരു മാസിന്റെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മാസിന്റെ m into r². ഇതാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. അതൊക്കെ ക്വസ്റ്റ്യനകത്ത് കാണും, ഡയറക്റ്റ് ആയിട്ട് ചെയ്താൽ മാത്രം മതി. ഇതാണ് പാർട്ടിക്കിൾ ഇൻ എ റിംഗ്. ഇത് അതിന്റെ ഇക്വേഷൻ, അതായത് നമ്മുടെ വേവ് ഫംഗ്ഷൻ ഇക്വേഷനും. ഇനി എനർജി ഇക്വേഷൻ വരുന്നത് E is equal to m² h² ഡിവൈഡഡ് ബൈ 2i. I എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്, μr² ആണ്. ഓക്കെ, r ഡിസ്റ്റൻസ് ആണ്. ദെൻ m മാസ്, r ഡിസ്റ്റൻസ്. ദെൻ h× എന്ന് പറയുന്നത് h/2π ആണ്. ഇതാണ് പാർട്ടിക്കിൾ ഇൻ എ റിംഗ്. റിംഗും ബോക്സും 1D ബോക്സ്, 2D ബോക്സ്, 3D ബോക്സ്, ദെൻ പാർട്ടിക്കിൾ ഇൻ എ റിംഗ്. ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം നമുക്ക് ഒന്നും കൂടെ ഒന്ന് നോക്കാം പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ക്വാണ്ടം കെമിസ്ട്രി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സ് വഴി ന്യൂട്ടൺസ് ലാസ് ഓഫ് മോഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സിൽ, അതായത് മാക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിന്റെ കേസിൽ നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴാണ് നമ്മൾ പുതിയ ബ്രാഞ്ചിനെ കൊണ്ടുവന്നത്. ഫിസിക്സിന്റെ ബ്രാഞ്ചാണ്, പക്ഷെ നമ്മൾ കെമിസ്ട്രിയിൽ അപ്ലൈ ചെയ്യും. ക്വാണ്ടം കെമിസ്ട്രി എന്നാണ് പറയുന്നത്. മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിന്റെ ബേസിക് ഇക്വേഷനെ നമ്മൾ ഷ്രോഡിംഗർ ഇക്വേഷൻ എന്നാണ് വിളിക്കുന്നത്. ഷ്രോഡിംഗർ ഇക്വേഷന്റെ സൊല്യൂഷനെ വേവ് ഫംഗ്ഷൻ എന്ന് വിളിക്കും. രണ്ട് ടൈപ്പ് ഷ്രോഡിംഗർ ഇക്വേഷൻ ഉണ്ട്. ടൈം ഡിപ്പെൻഡന്റ് ഉണ്ട്, ടൈം ഇൻഡിപെൻഡന്റ് ഉണ്ട്. ടൈം ഇൻഡിപെൻഡന്റ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്, കാരണം നമുക്കിടുന്ന സ്റ്റേഷനറി എനർജി ലെവൽസ് ആണ്. അതുകൊണ്ട് ടൈം ഇൻഡിപെൻഡന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതിനുശേഷം നമ്മൾ വേവ് ഫംഗ്ഷൻ എഴുതിയായിരുന്നു. അതിനകത്ത് ∇² ലപ്ലേഷ്യൻ ഓപ്പറേറ്റർ എന്നാണ് വിളിക്കുന്നത്. ∂2 + ∂x² + ∂y² + ∂z². ഇതാണ് അതിന്റെ നമ്മൾ റീഅറേഞ്ച് ചെയ്തു. ഇതാണ് അതിന്റെ ബേസിക് ഇക്വേഷൻ. h cap psi = E psi. ഇതാണ് ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ. ഇതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. ഇനി ഇതിനകത്ത് നമുക്ക് h cap എന്ന് പറയുന്നത് ടോട്ടൽ എനർജി ഓപ്പറേറ്റർ ആണ്. അത് കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയും കൂടെ സമ്മാണ്. ഓക്കെ, പിന്നെ ഈ ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമുക്ക് കുറേയധികം ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അതിനെയെല്ലാം നമ്മൾ ലീനിയർ ഓപ്പറേറ്റേഴ്സ് ആണ് ക്വാണ്ടം മെക്കാനിക്സിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. സ്ക്വയറും സ്ക്വയർ റൂട്ടും ലീനിയർ ഓപ്പറേറ്റർ അല്ല, അതുകൊണ്ട് നമുക്ക് അതിനെ ക്വാണ്ടം മെക്കാനിക്സിൽ എടുക്കാൻ പറ്റില്ല. എന്നാൽ ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ ലീനിയർ ഓപ്പറേറ്റർ ആണ്, അതിനെ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ അതിനുശേഷം നമ്മൾ പോസ്റ്റുലേറ്റ്സ് ആണ് പറഞ്ഞത്. ഒന്ന്, ക്വാണ്ടം മെക്കാനിക്സിന്റെ ഫിസിക്കൽ സ്റ്റേറ്റിനെ നമ്മൾ എന്ത് വെച്ചാൽ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളുടെ ക്വാണ്ടം മെക്കാനിക്സിൽ യൂസ് ചെയ്യുന്ന ഒരാളുടെ ഫിസിക്കൽ സ്റ്റേറ്റിനെ നമ്മൾ വേവ് ഫംഗ്ഷൻ 5 വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 5 എന്ന് പറയുന്നത് കണ്ടിന്യൂസും ഫൈനൈറ്റും സിംഗിൾ വാല്യൂഡും ആയിരിക്കണം. അതായത് ഒരു പ്രത്യേക റീജിയനിൽ അതിന് കുറെ ഫൈനൈറ്റ് വാല്യൂസ് ഉണ്ടായിരിക്കണം. അതാണ് കണ്ടിന്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇൻഫിനിറ്റി ആവാൻ പാടില്ല. സിംഗിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു റീജിയനിൽ ഒറ്റ വാല്യൂ ഉണ്ടാകാൻ പാടുള്ളൂ. ഒറ്റ കമ്പൗണ്ട്, ഒറ്റ വാല്യൂ. ദെൻ ഈ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്താലേ നമുക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ. എന്നിട്ട് ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ അതോട്ട് കൊടുക്കാൻ പറ്റും, എങ്കിലും നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. പിന്നെ ഡെറിവേഷനും അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്താണ്, എപ്പോഴും അക്സെപ്റ്റബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിരിക്കണം.
പിന്നെ വേവ് ഫംഗ്ഷൻ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്തായിരുന്നു. അപ്പം ഫൈക്ക് ഫിസിക്കൽ മീനിങ് ഒന്നും ഇല്ല, ജസ്റ്റ് ഒരു വേവ് ഫംഗ്ഷൻ, അതൊരു ഒരാളുടെ ഫിസിക്കൽ നേച്ചറിനെ കാണിക്കുന്നു, അത്രേ ഉള്ളൂ. എന്നാൽ അതിന്റെ സ്ക്വയറിനെ നമുക്ക് ഒരു പോയിന്റിലുള്ള ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി ആയിട്ട് എഴുതാം. പിന്നെ അതൊരു പ്രത്യേക ഒരു ഡിസ്റ്റൻസിൽ നമുക്ക് ആ പ്രോബബിലിറ്റി എടുത്തു കഴിഞ്ഞാൽ, 5² എടുത്തു കഴിഞ്ഞാൽ അത്രയും ഡിസ്റ്റൻസിൽ ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി നമുക്ക് കിട്ടും. ഓക്കെ, അതിനെ 5² എന്നാണ് നമ്മൾ വിളിക്കുന്നത്. 5² വാല്യൂ 1 കിട്ടിക്കഴിഞ്ഞാൽ അത്രയും റീജിയനിൽ ഇലക്ട്രോണെ കാണാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. 5² വാല്യൂ 0 ആണെങ്കിൽ കാണാനുള്ള പ്രോബബിലിറ്റി ഇല്ല. 5² വാല്യൂ 0യ്ക്കും 1നും ഇടയ്ക്കാണ് വരേണ്ടത്. 1/2 ആണെങ്കിൽ ഇലക്ട്രോണിനെ കാണാനുള്ള ചാൻസ് 50-50 ആണ്. ഇൻഫിനിറ്റി ഒരിക്കലും വരാൻ പാടില്ല. 1/2 താഴോട്ട് വരുന്തോറും പ്രോബബിലിറ്റി കുറയും, 1/2 മുകളിലോട്ട് പോകുന്തോറും പ്രോബബിലിറ്റി കൂടും. ഓക്കെ, പിന്നെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോൺ ഇന്റർപ്രിട്ടേഷൻ ആണ് നമുക്ക് വരുന്നത്. അതിനുശേഷം നമ്മൾ അടുത്ത ഇത് പറഞ്ഞു, ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഒബേ ചെയ്യുന്ന എല്ലാത്തിനും എന്തുണ്ട്, കറസ്പോണ്ടിങ് ആയിട്ട് ക്വാണ്ടം മെക്കാനിക്കൽ ഒരു ഓപ്പറേറ്റർ നമുക്കുണ്ട്. ആ ഓപ്പറേറ്റർ ഏതൊക്കെയാണെന്ന് ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. പൊസിഷനും പിന്നെ മൊമെന്റത്തിന്റെയും ടോട്ടൽ മൊമെന്റത്തിന്റെയും ടോട്ടൽ എനർജിയുടെയും എല്ലാത്തിന്റെയും എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം പഠിക്കണം, നമുക്കത് വേണ്ടതാണ്. പിന്നെ എന്താ അലൗഡ് വാല്യൂസ്, നമുക്കൊരു ഒരു ഓപ്പറേറ്ററിന്റെ നമ്മളൊരു വേവ് ഫംഗ്ഷൻ, ഒരാളുടെ ക്യാരക്ടർ എല്ലാം ഒരു വേവ് ഫംഗ്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു ഓപ്പറേറ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് തരും. ആ റിസൾട്ടിനെ വിളിക്കുന്ന പേര് ഈഗൺ വാല്യൂ എന്നാണ്. ആ ഫംഗ്ഷനെ വിളിക്കുന്ന പേര് ഈഗൺ ഫംഗ്ഷൻ എന്നാണ്. ഏത് ഓപ്പറേറ്റർ ആണോ കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള ഈഗൺ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. എനർജിയുടെ ഓപ്പറേറ്റർ ആണ് കൊടുക്കുന്നതെങ്കിൽ ഈഗൺ വാല്യൂ ആയിട്ട് എനർജി കിട്ടും. മൊമെന്റത്തിന്റെ ഓപ്പറേറ്റർ ആണ് കൊടുക്കുന്നതെങ്കിൽ ഈഗൺ വാല്യൂ ആയിട്ട് മൊമെന്റം കിട്ടും. പൊസിഷന്റെ ഓപ്പറേറ്റർ ആണ് കൊടുക്കുന്നതെങ്കിൽ ഈഗൺ വാല്യൂ ആയിട്ട് പൊസിഷൻ കിട്ടും. അതിന് റിസൾട്ടിനെ നമ്മൾ ഈഗൺ വാല്യൂ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. പിന്നെ ഓക്കെ, പിന്നെ ആവറേജ് വാല്യൂവിന്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആവറേജ് വാല്യൂ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറയുന്നത് ഏതാണോ നമുക്ക് വേണ്ടത്, വേവ് ഫംഗ്ഷൻ ഏതാണോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ആ ഓപ്പറേറ്ററിനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമുക്ക് എനർജി ആണ് വേണ്ടതെങ്കിൽ അതിന് എനർജി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ പൊസിഷൻ ആണ് വേണ്ടെങ്കിൽ പൊസിഷൻ. അപ്പൊ നമുക്ക് എക്സ്പെക്ടേഷൻ വാല്യൂ കിട്ടും. പിന്നെ അതാണ് വാല്യൂ എന്നുള്ളത്, എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതിനകത്ത് താഴെ നമുക്ക് 5² വരുന്നുണ്ട്. നോർമലൈസേഷൻ കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ 5² വാല്യൂ 1 ആണെന്ന് പറഞ്ഞാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഡിനോമിനേറ്ററിന്റെ ആവശ്യമില്ല. ഓക്കെ, പിന്നെ അതിനുശേഷം ആവറേജ് വാല്യൂ, ഓക്കെ, പൊസിഷന്റെയും എനർജിയുടെയും എല്ലാം എഴുതിയിട്ടുണ്ട്. പിന്നെ ടൈം ഡിപ്പെൻഡന്റ് ആണ് വേവ് ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇക്വേഷൻ മാറുന്നുണ്ട്. H∗ ആണ് ടൈം ഇൻഡിപെൻഡന്റ് എങ്കിൽ H∗ ആണ് ടൈം ഡിപ്പെൻഡന്റ്. ഓക്കെ, പിന്നെ അതിനുശേഷം നമ്മൾ 1D ബോക്സ് പറഞ്ഞു. 1D ബോക്സിന്റെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആണ് ഈ കിടക്കുന്നത്. അവിടെ നമുക്ക് d²/dx² മാത്രം മതി, ഒരു ആക്സേ ഉള്ളൂ, പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. പിന്നെ അതിന്റെ വേവ് ഫംഗ്ഷൻ നമ്മൾ എഴുതി a sin nπx/a. പിന്നെ അതിന്റെ a നോർമലൈസേഷൻ ചെയ്ത് എയുടെ വാല്യൂ √2/a ആണ്. ഇതേ ഇൻറ്റു ഇത് ψ² എടുത്താൽ മതി, നോർമലൈസേഷൻ ആയി. ഡെറിവേഷൻ ഉള്ളതുകൊണ്ടാണ് ഞാനത് പറയാഞ്ഞത്. √2/a sin nπx/a. പിന്നെ എനർജിയുടെ വാല്യൂ കിട്ടി n²h²/8ma². പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എന്നിന്റെ വാല്യൂ ഓഡ് ആണെങ്കിൽ അത് സിമെട്രിക്കും, ഈവൻ ആണെങ്കിൽ അത് അസിമെട്രിക്കും ആയിരിക്കും. പിന്നെ ഓരോ ലെവൽ കൂടുന്തോറും എനർജി എന്ത് ചെയ്ത് വരും, കൂടി വരും, എനർജി ഡിഫറൻസ്. പിന്നെ 3D പാർട്ടിക്കലിംഗ് 3D ബോക്സ് ആകുമ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെ വൈയും ഇസഡും കൂടെ എക്സ്ട്രാ വരുമെന്നേ ഉള്ളൂ. അവിടെ നമ്മൾ ഓക്കെ വേവ് ഫംഗ്ഷൻ എഴുതി √8/abc sin n1πx/a n2πy/b n3πz/c. അതിനുശേഷം നമ്മൾ എനർജിയുടെ ഇക്വേഷൻ എഴുതി, വേവ് ഫംഗ്ഷൻ ഇൻറ്റു ചെയ്യുകയും എനർജി ആഡ് ചെയ്യുകയാണ്. എനർജിയുടെ ഇക്വേഷൻ എഴുതി. പിന്നെ ഇവിടെ നമുക്ക് റെക്ടാങ്കിൾ ആണെങ്കിൽ ഈ ഇക്വേഷനും a ≠ b ≠ c ആണ്. ദെൻ സ്ക്വയർ ആകുമ്പോഴത്തേക്ക് n1² + n2² എന്ന് വരും. എയും ബിയും സെയിം ആയിരിക്കും. അതുകൊണ്ട് ക്യൂബ് ആണെങ്കിൽ h²/8ma², n1² + n2² + n3². ക്യൂബ് ആണ് നമുക്ക് കൂടുതലും 3D ചോദിക്കുന്നത്. ഓക്കെ, പിന്നെ അതിനുശേഷം നമ്മൾ 2D ബോക്സ് പറഞ്ഞു. സോറി, അതിന് സിമെട്രി പറഞ്ഞു. ക്യൂബ് ആണെങ്കിൽ 48, ഓർഡർ കൂടുന്നതനുസരിച്ച് സിമെട്രിയും കൂടും. ക്യൂബിനാണ് ഓർഡർ കൂടുതൽ, അതുകൊണ്ടാണ് അതിന്റെ സിമെട്രി കൂടുതലായിട്ടിരിക്കുന്നത്. ക്യൂബിന് 48 ഉണ്ട്, സ്ക്വയറിന് 16, റെക്ടാങ്കിളിന് 8. ജസ്റ്റ് ഒരു വട്ടം ചോദിച്ചുകൊണ്ട് ജസ്റ്റ് എടുത്തതാണ്. പിന്നെ 2D ബോക്സിൽ റെക്ടാങ്കിളും സ്ക്വയറും ഉണ്ട്. രണ്ടിന്റെയും എനർജിയുടെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ഇവിടെ 2 എണ്ണേ വരുന്നുള്ളൂ, 2 ആക്സസേ വരുന്നുള്ളൂ. റെക്ടാങ്കിൾ ആകുമ്പോൾ a ≠ b ആണ്. അപ്പൊ n1² / a² + n2² / b² ആണ്. ദെൻ സ്ക്വയർ ബോക്സ് ആകുമ്പോഴത്തേക്ക് രണ്ടിനും ഒരേ വാല്യൂ ആണ്. അതുകൊണ്ട് a bക്ക് പകരം a എന്ന് തന്നെ എടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഡീജനറസി ആണ് പറഞ്ഞത്. 1D ബോക്സിൽ എല്ലാം നോൺ ഡീജനറേറ്റ് ആണ്, ഡീജനറസി ഇല്ല, 0 എന്ന് എഴുതിയാൽ മതി. 2D ബോക്സിൽ റെക്ടാങ്കുലർ ആണെങ്കിൽ ഡീജനറസി ഇല്ല, സ്ക്വയർ ആണെങ്കിൽ ഡീജനറസി ഉണ്ട്. അത് ഒരേ വാല്യൂ വരികയാണെങ്കിൽ ഡീജനറസി 1ഉം ഡിഫറന്റ് വാല്യൂ വരികയാണെങ്കിൽ ഡീജനറസി 2ഉം ആയിരിക്കും. ഇപ്പം ഈ 2, 3 എന്ന് നമ്മൾ എഴുതുകയാണെങ്കിൽ ഇത് 2D ബോക്സ് ആണ്. അപ്പം 2 ഡിഫറന്റ് വാല്യൂ ആയതിന് ഡീജനറസി 2 ആയിരിക്കും. അതേസമയം ഈ 2, 2 എന്ന് എഴുതിയാൽ ഇതും 2D ബോക്സ് ആണ്, പക്ഷെ ഡീജനറസി എത്ര 1 ആണ്. ഓക്കെ,
അത് എന്താ സ്ക്വയർ ബോക്സ് ആണോ എന്ന് നോക്കുക, എന്നിട്ടേ ഡീജനറസി എഴുതാം. ദെൻ 3D ബോക്സ്. 3D ബോക്സിൽ ഇത് A ≠ B ≠ റെക്ടാങ്കുലർ ആണ്, അവിടെ ഡീജനറസി ഇല്ല. A = B = C എന്ന് പറയുമ്പോൾ ക്യൂബിക് ആണ്, അവിടെ ഡീജനറസി ഉണ്ട്. അവിടെ നമ്മൾ ഡീജനറസി കണ്ടുപിടിക്കണം. എത്ര ഏതാ അപ്പം 1 2 2 എത്ര വട്ടം എങ്ങനെ ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും അതിനനുസരിച്ചാണ് ഡീജനറസി വരുന്നത്. എത്ര രീതിയിൽ എഴുതാൻ പറ്റുമോ നോക്കുക. പിന്നെ അതിനുശേഷം ഓക്കെ ക്യൂബിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്, 2 പേജ് വന്നിട്ടുണ്ട്. ഓക്കെ ഫൈൻ. അതിനുശേഷം പാർട്ടിക്കിൾ ഇൻ റിംഗ് ആണ്. അത് എക്സ് ആക്സിസ് റിംഗ് പോലെ ആക്കുന്നു. അവിടെ നമ്മൾ റിംഗ് ആയതുകൊണ്ട് മാസ് അല്ല മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ I = mr² കൊടുക്കും മാസിന് പകരം. അത്രേ ഉള്ളൂ വ്യത്യാസം. പിന്നെ അതിന്റെ എനർജിയുടെ ഇക്വേഷൻ m²h²/2i ആണ്. നമ്മൾ അതിന്റെ വേവ് ഫംഗ്ഷൻ ഇക്വേഷൻ എഴുതി 1/√2 π × e⁻⁵. ഇത് നോർമലൈസേഷൻ കഴിഞ്ഞിട്ട്, ഇത് നോർമലൈസേഷന് മുമ്പ്. പിന്നെ എനർജി ഇക്വേഷൻ m²h²/2i. അതിൽ i എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ mr², ദെൻ h ക്രോസ് എന്ന് പറയുന്നത് h/2π. m എന്ന് പറയുന്നത് എന്നിട്ട് n എഴുതില്ല, നമ്മൾ വാല്യൂസ് n 1 2 ഉള്ള വാല്യൂസ് എഴുതില്ല, അതിന് പകരമാണ് m എടുക്കുന്നത്. അത് ഏത് ലെവലാണെന്ന് അവർ പറയും. ഇതാണ് 3D ബോക്സ്.